ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. صدق الله مولانا العظيم. അഭിവന്യരായ ഇസ്തിഖാമയുടെ അഭിവന്യരായ നായകൻ MT ഉസ്താദ് അവറുകളെ, സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള സയ്യിദന്മാർ, പണ്ഡിത മഹത്തുക്കൾ, യുവജന സുഹൃത്തുക്കൾ, മറ്റു ശ്രോതാക്കളെ, ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ദാറുസ്സലാമിൽ എത്തിച്ചേരണം എന്നാണ്. ആ ദാറുസ്സലാമിലേക്ക് എത്തിച്ചേരാനുള്ള വിളിയാളമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരും അങ്ങനെ ആവണം എന്നാണ് പടച്ചവന്റെ ആഗ്രഹം. എല്ലാവരും അങ്ങനെ ആവില്ല. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, രക്ഷയുടെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ വീട്ടിലേക്ക് അല്ലാഹു തആല ആളുകളെ വിളിക്കുന്നു. പക്ഷേ എല്ലാ ആളുകളും കൂടെ വന്നാൽ സ്വർഗം നിറയും. അങ്ങനെ സ്വർഗം നിറയും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നരകം നിറയും എന്ന് അല്ലാഹു തആല വ്യക്തമായി ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വലഖദ് ദറഅനാ ലി ജഹന്നം, അങ്ങനെ തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഈ രക്ഷയുടെ, സമാധാനത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു തആല വിളിച്ചാലും വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തുൻ മുസ്തഖീം, ചൊവ്വായ, വക്രതയില്ലാത്ത, വളച്ചുകെട്ടില്ലാത്ത, ശരിയായ ഋജുവായ പാതയിൽ അല്ലാഹു ആർക്കാണോ ഹിദായത്ത് കൊടുത്തതെങ്കിൽ അവർക്ക് മാത്രമേ സാധ്യമാവൂ. ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ന്യൂ ജനറേഷനിൽപ്പെട്ട പല ആളുകളും കരുതുന്നുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ പരിപാടികൾ? അത് അവരുടെ പരിപാടികളും നടക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരു കൽപ്പനയുണ്ട്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. കലിമത്തു തൗഹീദിൽ വിശ്വസിച്ച ആളുകളിൽ നിന്ന് തന്നെ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘം ഉണ്ടായിത്തീരട്ടെ. എല്ലാവരെയും ആ പണിക്ക് കിട്ടില്ല. അതിന് പാകമായ പക്വതയുള്ള ഒരു വിഭാഗം ആളുകൾ ദഅവത്തിന്റെ മാർഗത്തിൽ അംറും ബിൽ മഅറൂഫി നഹിയുൻ അനിൽ മുൻകരി എന്ന കർമ്മത്തിന് വേണ്ടി മുന്നോട്ട് വരട്ടെ. അങ്ങനെ മുന്നോട്ട് വന്നാൽ ആ ആളുകൾ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയത്തിന്റെ ആളുകളാണെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ അഭിവന്ദരായ പണ്ഡിതവരേണ്യർ MT ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നാളിതുവരെ കേരളീയ സമൂഹം വിശ്വസിച്ചു പോന്ന വിശ്വാസ, ആചാര, അനുഷ്ഠാന കർമ്മങ്ങളെ മുഴുവനും ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ശിർക്കും കുഫറുമായി ചിത്രീകരിച്ച് ലോകത്തുള്ള ഒട്ടുമിക്ക മുസ്ലിമീങ്ങളെയും അഥവാ അഹ്ലുസുന്നയുടെ ആളുകൾ മുഴുവനും നരകത്തിന്റെ വാക്താക്കളാക്കി അതിനു വേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകാരുടെ പ്രഭാഷണങ്ങൾ ഒരു ഭാഗത്തും, അവർക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ താങ്ങുകൊടുത്തുകൊണ്ട് സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ മറുഭാഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യം നമുക്കുണ്ട്. പക്ഷേ നമ്മൾക്ക് വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. എന്താണത്? SKSSFന്റെ ആദർശവിങ്ങായ ഇസ്തിഖാമയുടെ ശക്തമായ ഇടപെടലുകളും ഖണ്ഡന പ്രഭാഷണങ്ങളും മുഖാമുഖങ്ങളും വ്യവസ്ഥ എഴുതലുകളുമൊക്കെ കേരളത്തിന്റെ മണ്ണിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ മുതിർന്ന നേതാക്കന്മാരൊക്കെ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വെട്ടുകാടും പരിസര പ്രദേശങ്ങളിലുമുള്ള ബിദ്അത്തുകാരും മാറി ചിന്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയായാൽ അവർക്കൊക്കെ അത് നല്ലതാണ്.
മുതിർന്ന നേതാക്കന്മാർ എന്ന് ഞാൻ ആലങ്കാരിക പ്രയോഗം നടത്തിയതല്ല. നിലവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ ഒരാളായ ഹുസൈൻ സലഫി, അദ്ദേഹം അടുത്ത് നടത്തിയൊരു പ്രഭാഷണത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും ഖബർ സിയാറത്ത് ചെയ്യണമെന്നുമൊക്കെ പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സമയം ചുരുക്കം കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, അദ്ദേഹം തന്നെ ആ കാര്യങ്ങൾ പറയും. രക്ഷിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കോലം കണ്ടങ്ങളേതെ പള്ളിക്കത്തെ കാതുകേരാന്ന് കരുതണ്ട. അത് അവസരത്തിനനുസരിച്ചാണ് കോലം കെട്ട. ചിലപ്പോൾ തൊപ്പിയുണ്ടാവും, അവന് തട്ടുണ്ടാവും, നമ്മൾ കെട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇടിവെട്ടി തന്നിമൊക്കെ നോക്കിയമാർക്ക് ഒന്നൊരു കരുവാളിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെയാണുള്ളത്. അതേ അവസരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്ന ഖബറുകളിലാണ്. അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ. വല്ലാത്തൊരു സങ്കടം നോക്കിയാൽ നിങ്ങൾ മരിച്ചയാൾക്ക് ഒന്നും ചെയ്യരുത്, അല്ലൈസലിൻസാൻ ഇല്ലാ മാസായ എന്ന് പറഞ്ഞ നിങ്ങൾ പാട്ടും പാടി നടന്ന മനുഷ്യന്മാർ ഉമ്മാനും പാപ്പാൻ ആലോചിച്ചിട്ട് നുളവിളിച്ചാണ്. എന്നിട്ട് സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രയാസം സഹിച്ച നമ്മുടെ മാതാപിതാക്കൾ, മരണാനന്തരവും പ്രിയമുള്ളവരെ നമുക്കവരോട് കടമയുണ്ട്. ഉണ്ടോ? മരിച്ചതിന് ശേഷം ഞമ്മക്കോരോട് കടമുണ്ട്. എന്താ നിങ്ങളിക്കാലം വരെ ഈ വിഷയം ജനങ്ങളോട് പറയാതിരുന്നത്? നിങ്ങളിക്കാലം വരെ ജനങ്ങളോട് പറഞ്ഞത് എന്താ? അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാസായ തലങ്ങും പിറകും നടക്കാൻ പോയിക്കണില്ല. പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗത്ത് തന്നെ മനുഷ്യനോ ചെയ്താൽ ഓനുണ്ടാകും, വേറൊരാളെ ചെയ്താൽ മറ്റൊരുക്കുണ്ടാവില്ല എന്നാൽ ഇക്കാര്യം വരെ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാണ് മരിച്ചവരുടെ പേരിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് പറയട്ടെ. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, അമ്മയുടെയും ഉപ്പയുടെയും കാലം കഴിഞ്ഞവരൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. നിങ്ങളാണ് കാലം വിചാരിച്ചത്, തിരിച്ച് ഞങ്ങൾക്ക് നന്ന്. ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടില്ല. മരിച്ചാൽ ഓരോ ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി എന്റെ കടമ തീർന്നു എന്നാരും വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അത് നിങ്ങൾ വിചാരിച്ചാൽ ഞമ്മടെ വെട്ടുകാരന്റെ മുജാഹിദ് അങ്ങനെ വിചാരിക്കും. മരിച്ചാൽ അതോടുകൂടെ കടമ കഴിഞ്ഞു നിങ്ങൾ വിചാരിച്ചു. ഞങ്ങളത് പണ്ടേ വിചാരിച്ചിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും പുണ്യം ചെയ്യാൻ വല്ലതും ഇനി ബാക്കിയുണ്ടോ? ഇനിയും അവരോട് കടമകൾ നിർവഹിക്കാനുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉണ്ടെന്നാണ്. നോക്കിയാ നിങ്ങൾ ഇയാൾ പറയുന്നത്. അവൻ മരിച്ചുപോയ മാതാപിതാക്കളോട് വല്ലതും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് നബിനോട് ചോദിച്ചപ്പോ നബി ഉണ്ട് എന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഇതുവരെ മൂടി വെച്ചത്? അതെന്നല്ലേ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളതിനെ നേരെ എതിര് പറഞ്ഞു. നമ്മൾ എന്താണോ പറയണത്, സുന്നികൾ എന്താണോ പറയണത്, അതിനെ നേരെ എതിര് പറഞ്ഞാൽ അത് മുജാഹിദായിതാ ചിലര് മനസ്സിലാക്കിയത്. സാധുക്കൾ എങ്ങൾക്ക് പേച്ചു എവിടൊക്കെ സ്പെല്ലിംഗ് തകരാറ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അവൻ നബിനോട് ഇങ്ങനെ ചോദിച്ചപ്പോ നബി പറഞ്ഞു മരിച്ചവർക്ക് പലതും ചെയ്യാണ്ട്. എന്തൊക്കെ ചെയ്യേണ്ടത് പറയട്ടെ. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആണ്ടിൽ മാത്രം പോരാ, എപ്പോഴും പോയായിരുന്നുകൊണ്ട് നിൽക്കണം. എന്നിട്ട് മാതാപിതാക്കളുടെ ഖബർ സന്തോഷത്തിലാക്കുവാനും അവരെ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഖബർ ശിക്ഷയിൽ നിന്ന് മോചനത്തിനു വേണ്ടിയും അല്ലാഹുവിന്റെ കാരുണ്യം അവരിൽ ചൊരിയാനും അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നോക്കിയാ നിങ്ങൾ ഇയാൾ പറയണത്. അവൻ മരിച്ചുപോയ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളെ ഖബർ വിശാലാകാന്, സ്വർഗത്തിലെത്താന്, നരകശിക്ഷയെന്ന് ഒഴിവാകാന് നിരന്തരം തുയർന്നുകൊണ്ടിരിക്കണം. സന്തോഷമുണ്ട് കാണുമ്പോൾ നമ്മൾ സർവത്ത് വാങ്ങിത്തരണ്ട്. മന്തി വാങ്ങിത്തരാനുള്ള കാര്യമൊന്നുമില്ല, വാങ്ങിത്തരണ്ട്. അതവരോടുള്ള കടമയാണ്. മരിച്ചാലും നമ്മെ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന കറണ്ട് അക്കൗണ്ടാണ്. അങ്ങനൊന്നും നമ്മൾ ഇതിനെ പറഞ്ഞില്ല. മരിച്ചോന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങണമെന്ന് നമ്മൾ പറഞ്ഞു. ജീവിച്ചിരിക്കുന്നതിന്റെ പേരിൽ അക്കൗണ്ട് കിട്ടാൻ പരക്കം പോയാണ്. അവൻ മരിച്ചുപോയ ആളുകളുടെ പേരിൽ ഈ അക്കൗണ്ട് തുടങ്ങണം. അതിന്റെ കറണ്ട് അക്കൗണ്ട് എന്നാ പറയാം. അങ്ങനെ ഈ അക്കൗണ്ട് തുറന്നിട്ട് നിരന്തരം ആ അക്കൗണ്ടിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കണം. നോക്കിയാണ് എത്ര മാറ്റേറ്റങ്ങൾക്കൊക്കെ വന്നത് അല്ലെ. ഇവിടുത്തെ വിചാരിക്കാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്. മോനെ കുറച്ചുകൂടി പുറത്തുനിന്ന് വരട്ടെ, അക്കൗണ്ട് വരട്ടെ. വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതവരോടുള്ള കടമയാണ്. മരിച്ചാലും നമ്മെ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക്
വരവ് ചേർക്കപ്പെടുന്ന കറന്റ് അക്കൗണ്ടാണ്. അതേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന. മറന്നുപോകരുത്. പല മക്കളും ഇന്നത് മറക്കുകയാണ്. എങ്ങനെ മറക്കാതെ നിങ്ങൾ അതല്ലേ പറഞ്ഞെടുക്കണേ? പല മക്കളത് മറക്കുകയാണ്. എങ്ങനെ മറക്കാതെ നിങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പൊ അത് കേട്ട് നടക്കുന്ന മക്കളും മറക്കും. അത് മറക്കാതിരിക്കാനുള്ള പണിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ മാതാപിതാക്കളെ ഓർമ്മ വരുമ്പോ എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മാക്ക് ഇങ്ങനെ ഇഷ്ടായിരുന്നു എന്നൊക്കെ പറയും. ഒരിക്കൽ പോലും ആ നേരത്ത് പോലും പറയൂല എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഒരിക്കൽ പോലും ആ നാവ് കൊണ്ട് പറയാത്ത എത്രയോ മക്കളുണ്ട്. മുജാഹിദിന്റെ മക്കളുണ്ട്, സുന്നാള് പറയലുണ്ട്. അപ്പൊ അതിന് സങ്കടപ്പെടണ്ട. നാളെ മുതൽ അതിനോടൊരു അവസരം ഒരുക്കിക്കൾ. ഞങ്ങൾ ദ്വാരം ഇപ്പൊ നിങ്ങൾ ദ്വാരൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ദ്വാരം നിങ്ങൾ ആമയും പറഞ്ഞോളി കായൊന്നും തരില്ല. അപ്പൊ ആ നിലക്ക് നിങ്ങൾ ദ്വാരക്കാൻ നമ്മൾ ആമയും പറയാ. കുറച്ചേ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടുമ്പോ നിങ്ങളും ദ്വാരക്കും, അപ്പൊ ഞങ്ങളും ആമയും പറഞ്ഞോളാം. അപ്പൊ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണമെന്നാണ് നബി പഠിപ്പിച്ചതെന്നാണ് ഈ സാധുപ്പം പറയണത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആശയം പറഞ്ഞ ഈ ഹുസൈൻ സലഫിയെ പറ്റി ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുള്ള മുജാഹിദുകൾ എന്ത് ഫത്വ ഇറക്കുമെന്നറിയാൻ താല്പര്യമുണ്ട്. എന്നിട്ട് അതല്ല സ്നേഹം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ആ പ്രാർത്ഥനയിൽ ഒതുങ്ങരുത്. അവരെ മറമാടിയ കബറുകൾ നിനക്ക് കിട്ടുമെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. ഏതെങ്കിലും സുന്നി പള്ളിക്കത്തെ കാലിയാരല്ല. അപ്പൊ ദ്വാരന മാത്രം പോരാ, ഒഴിവിട്ടുമ്പോഴൊക്കെ പള്ളിപ്പറമ്പിൽ പോയിട്ട് സിയാറത്തും ചെയ്യണം. എന്നെ നിങ്ങൾക്ക് ഹദീസ് അറിയാൻ ഡേറ്റ് എന്ന് പറഞ്ഞാട്ടിക്കാണ്. ഈ ഹദീസ് മുജാഹിദ് സെന്ററിൽ ഇറങ്ങിയ ഡേറ്റ് എന്നറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇക്കാലം വരെ വന്ന് നിങ്ങൾ ഒന്നൊക്കെ മൂടി വെച്ചതായിരിക്കും, അതല്ലെങ്കിൽ അടുത്ത കാലത്ത് ജിബിരിയിൽ ഇറങ്ങിയതായിരിക്കും. അപ്പൊ ഖബർ സിയാറത്തും ചെയ്യണം. എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. അവരുടെ ഖബറിന്റെ സമീപത്ത് പോയാലും ഇല്ലെങ്കിലും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഏതായാലും നീർക്കോല് മൂത്ത് മണ്ടിൽ മൂത്ത് ചേരായി എന്ന് പറഞ്ഞ മാതിരി മുജാഹിദ് ചെറുതായിട്ടൊക്കെ പ്രവർത്തിച്ച് മൂത്ത് കഴിഞ്ഞാൽ അത് സുന്നാകുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, ഈ വിഷയത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ മാറി ചിന്തിച്ച് ഞങ്ങൾ ഇക്കാലം വരെ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് സമുദായത്തോട് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും മരിച്ചവരുടെ ഖബറിടത്തുകൾ ചെന്ന് സിയാറത്ത് ചെയ്യണമെന്നും സമുദായത്തോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ച രാവുകളിലൊക്കെ പ്രത്യേകിച്ചുമല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ സ്വലാത്ത് സാസുകൾ പള്ളികളിൽ സംഘടിപ്പിക്കും. നാരിയത്ത് സ്വലാത്ത്, താജ് സ്വലാത്ത്, ആമമു സ്വലാത്ത്, ഇബ്രാഹിമിയായ സ്വലാത്ത്, പല സ്വലാത്തുകളും നമ്മൾ ചൊല്ലലുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായി മരണപ്പെട്ടുപോയ AP അബ്ദുൽ ഖാദർ മൗലവി പ്രസംഗിച്ച പ്രസംഗം എന്റെ കയ്യിലുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? സ്വലാത്തുൻ നാരിയ, നാരിലേക്ക് നിസ്ബയാണ്. അവ സ്വലാത്തുൻ നാരിയ ചൊല്ലിയാൽ അവൻ നരകത്തിൽ കടക്കുന്നതാണ്. ഇത് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഖദീമായ ഖൗലാണ്, അല്ലെങ്കിൽ ദീനാണ്. എന്നാൽ അതിനെ തിരുത്തി പഠിച്ചപ്പോ സക്കരിയ സ്വലാഹി പറഞ്ഞു, അങ്ങനല്ല, നാരിയത്ത് സ്വലാത്ത് കുഴപ്പമുള്ളതുണ്ട് കുഴപ്പമില്ലാത്തതുണ്ട്, രണ്ട് തെച്ച് ചെല്ലാന്നാണ് മൂപ്പര ഫത്വ. അത് എങ്ങനെയെന്നുള്ളത് അയാളെന്നെ പറയാം. നാരിയത്ത് സ്വലാത്തില് ശിർക്കുണ്ട് ശിർക്കില്ലാന്നൊരു തർക്കം പുതുതായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ തർക്കം പുതിയതില്ല, പഴയത് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ. നാരിയത്ത് സ്വലാത്ത് ഇന്നത് ചെല്ലണമെന്ന് അങ്ങനെ തർക്കം തന്നില്ല. എന്ന ഈ ആയത്തിൽ ഏതെങ്കിലും തഫ്സീറിൽ ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ സ്വല്ലു അലൈഹി വസല്ലിമു, നബിയുടെ മേലെ സ്വലാത്ത് ചെല്ലണമെന്നതിന്റെ നിർവചനത്തിൽ ഇന്ന സ്വലാത്തെ ചെല്ലാവൂ, ഇന്നത് ചെല്ലാൻ പാടില്ല എന്ന് മൂക്ക് താഴേക്കുള്ള ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്, അത് നിങ്ങളെ തൗഹീദാണ്. അത് നമുക്കായിട്ട് യാതൊരു ബന്ധവുമില്ല. തർക്കം പുതുതായിട്ടുണ്ടായിട്ടുണ്ട്. അത് ശിർക്കാവുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ട്, ശിർക്കല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ടാവില്ല. നെയ്ക്കോട്ടമെന്ന ശിർക്കല്ലാത്ത കൊലത്തിനാ വ്യാഖ്യാനിക്കാം. ഇത് ഒത്തൊപ്പിച്ചു പോകാൻ പറ്റും തന്നെ നമ്മൾ നോക്കുന്നത്. അപ്പൊ നഹാരിയത്ത് സ്വലാത്ത് ഒരു നിലക്കോതിയാ ശിർക്കുണ്ട്, വേറെ നിലക്കോതിയാ ശിർക്കില്ല. എന്നാൽ നമ്മൾ ശിർക്കല്ലാത്ത കോലത്തിനാണ് ഓതുക. എങ്ങനെ ശിർക്കല്ലാത്ത കോലത്തിൽ പറയട്ടെ? നബിയെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത്, നബിയെ കൊണ്ടാണ് കഴിയുന്നത് എന്ന് പറഞ്ഞ ഒരാൾ വിട്ട് ഒഴിവാക്കുന്നത് എന്നൊക്കെ വിശ്വാസത്തിലാണെന്ന് പറയുന്നെങ്കിൽ അത് ശിർക്കാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞോളാം.
നിങ്ങളങ്ങനെ പറയണ്ട. തൻഹല്ലു ബിഹിൽ തൻഫരിജു ബിഹിൽ ഖുറബ്. നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, പ്രയാസങ്ങൾ അഴിച്ചു തരുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ചൊല്ലുന്നതെങ്കിൽ ശിർക്കാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ ചൊല്ലിക്കോളാം, നിങ്ങളങ്ങനെ കരുതണ്ട. എന്നാ ശിർക്കല്ലാത്തൊരു കോലം ഉണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്, അത് നിങ്ങൾ പറഞ്ഞാണ് എങ്ങനെയാണ് കോലം? പക്ഷെ ഒരാൾ പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിക്കില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റസൂലിനെ മദഹ് ചെയ്തതാണ്. നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ജീവിത രീതി കൊണ്ടാണ്, നബി പഠിപ്പിച്ച ദുആ ദിക്റുകൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശിർക്ക് വരില്ല. ശരി, ഞങ്ങൾ ശിർക്ക് വരില്ലെങ്കിൽ ഞങ്ങൾ നമ്മളെ പള്ളിക്കൊക്കെ വരി, നമ്മൾ രണ്ടുകൂട്ടർ ഒന്നിച്ചു ചെല്ലാം. ഞങ്ങൾ ഇങ്ങനെയും കരുതി, നിങ്ങൾ അങ്ങനെയും കരുതിക്കാളി. കരുത്തുള്ളിലല്ല ഉണ്ടാകാതെ പുറത്ത് കാണൂലല്ലോ. ഞങ്ങൾ തൻഹല്ലു ബിഹിൽ ഉഖദ് വ തൻഫരിജു ബിഹിൽ ഖുറബ് നബി തങ്ങൾ നടത്തും. ആ നിലക്ക് ഞങ്ങളും ചൊല്ലാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നബിന്റെ മദഹ് ചൊല്ലുള്ളൂ, ഞങ്ങൾ സ്വലാത്ത് മാത്രമേ ചൊല്ലുള്ളൂ എന്നുള്ള കാര്യത്തിൽ നിങ്ങളും ചൊല്ലി. സക്കരിയ സലാഹി പറഞ്ഞ സ്വലാത്ത് സംബന്ധമായ ഈ നിലപാടിനോട് വെട്ടുകാടും പരിസര പ്രദേശങ്ങളിലുമുള്ള മുജാഹിദീങ്ങൾക്ക് വല്ല ആദർശപരമായ ബന്ധവുമുണ്ടെങ്കിൽ അടുത്ത സ്വലാത്ത് മുതൽ നിങ്ങളും നാലത്തെ സ്വലാത്ത് തുടങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ സക്കരിയ സലാഹിനെ പറ്റി നിങ്ങൾ ഫത്വ പുറപ്പെടുവിക്കേണ്ടതാണ്. ഈ അന്തം കൂടി ഇവിടുത്തെ ഏൽപ്പിയാർക്കുണ്ടായില്ലല്ലോ. അല്ല, നാരിയത്ത് സലാത്ത് അങ്ങനെ മര്യാദയ്ക്ക് ചെല്ലിയ കൂലിണ്ടെന്ന് വരെ സക്കരിയ സലാഹി പറഞ്ഞു. ഈ അന്തം ഇവിടുത്തെ ഏൽപ്പിയാർക്കുണ്ടായില്ല. ആ അന്തം ഉണ്ടെങ്കിൽ സംഗതി എങ്ങനാൽ ഈക്കക്കാരാണ് ചെല്ലണത്, വിളിക്കണ പേര് ബദരീങ്ങളെ പേരാണല്ലോ എന്നും കൂടി ഇറ്റങ്ങൾ കരുതിയില്ലല്ലോ. ഞാൻ ആ വിഷയത്തേക്ക് വരാം, മര്യാദക്ക് വരാം. നമ്മൾ കുറച്ചേരം നട ഇരുന്നാൽ മതി. അപ്പൊ സംഗതി സമസ്തക്കാരാണ് ചെല്ലണത്, വിളിക്കണത് ബദരീങ്ങളെ പേരാണ്. ആ ബദരീങ്ങളെയാണ് വിളിക്കണത്. ഇവരോട് കൊയ്തുണ്ടെങ്കിൽ ബദരീങ്ങളോട് നമുക്ക് കൊയ്തുണ്ടാൻ പാടില്ലല്ലോ. ആ ഒരു അന്തം പോലും കാണിക്കാത്ത ഇവിടുത്തെ SSFന്റെ പ്രവർത്തകന്മാർ പരിസരത്തുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ചുരുക്കത്തിൽ ഇങ്ങനെ തൗഹീദിന്റെ വിഷയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച് രാവിലെ പറഞ്ഞ തൗഹീദല്ല വൈകുന്നേരത്തെ തൗഹീദല്ല, പിറ്റേന്നാൾ ഇങ്ങനെ കാലം മാറും പോലെ മാറണ സംഗതിയല്ലല്ലോ തൗഹീദ് എന്ന് പറഞ്ഞ്. അത് കാലാകാലം ദീന്റെ നിയമം തന്നെയാണ്. മുമ്പ് ഞാൻ സാധാരണ എപ്പോഴും പറയാനൊരു കാര്യം, വീട്ടിൽ വെച്ചിട്ട് 4ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ ഫിഖ് ഇങ്ങനെ വായിക്കുകയാണ്. ഫിഖ് വായിക്കുമ്പോ കുട്ടി പറയുന്ന നിസ്കാരത്തിന് ഫർള് 14 നിയ്യത്ത് 2 തക്ബീറത്തുൽ ഇഹ്റാം 3 നിൽക്കാൻ കഴിയുമോ നിൽക്കാൻ 4 ഫാത്തിഹ അതിൽ എന്നിങ്ങനെ 14 ഫർള് ഇങ്ങനെ കുട്ടി ഇങ്ങനെ കറാത്ത് മർഹാത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോ 80 വയസ്സായ വല്യാപ്പന്റെ അപ്പുറത്തിരിക്കണം ആ മൂപ്പര് ചാടി എണ്ണീച്ചു. എന്നിട്ട് പേരക്കുട്ടിയോട് ചോദിച്ചു ഇതെന്താ വായിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി രണ്ടാമതും പറഞ്ഞു നിസ്കാരത്തിന് ഫർള് 14 നിയ്യത്ത് 2 തക്ബീറത്തുൽ ഇഹ്റാം 3 നിൽക്കാൻ കഴിയുമോ നിൽക്കൽ 4 ഫാത്തിഹ അതിൽ അങ്ങനെ 14 വരെ എണ്ണി. അപ്പൊ വല്യാവ് പറഞ്ഞു ഞാൻ പണ്ട് ഒത്തള്ളിയിൽ പോയില്ല നിസ്കാരത്തിന് പറഞ്ഞു 14 ഇപ്പോഴും 14 ഇതിനൊന്ന് മാറ്റം ചെയ്യും ഇൻഡാൻ കുട്ടിന്റെ മദ്രസ കൊണ്ടാറുന്നു. പണ്ട് ഞാൻ ഓത്തള്ളി പോയിന്നത് 14 ഇപ്പോഴത് 14 ഇതിനൊന്നും മാറ്റം ചെയ്യാൻ സാധു ഇത് മാറൂല. ഇത് അള്ളാന്റെ ദീനാണ്. പൊന്ന് ഹബീബന്മാരെ ഖിയാമത്ത് നാൾ വരെ ഒന്നായിരിക്കും, ഇതിന് മാറ്റം ഉണ്ടാവില്ല. അവർ എത്ര കാലം കഴിഞ്ഞാലും ദീൻ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നിലപാടുകൾക്കും നമ്മൾ കരുതുന്നതുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള പ്രമുഖനായ യുവ നേതാക്കന്മാരിൽ ഒരു നേതാവ് പറയാണ്, ഞാൻ ആ ഭാഗം നിർത്തുകയാണ്, വേണ്ടതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ, നമ്മൾ വിശ്വാസം മാത്രം ഉണ്ടായാൽ പോലെ കർമ്മം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുള്ളൂ. മുജാഹിദുകാർക്ക് വിശ്വാസമേ ഉള്ളൂ, കർമ്മമില്ല. വളരെ ശരിയാണ് അയാൾ പറഞ്ഞത്. മുജാഹിദുകൾക്ക് വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല, കാരണം ദുആയിഫയിലുണ്ടാവില്ല, അത് ഖുർആന്റെ ആയത്താണ്. അള്ളാന്റെ മലക്കും സ്വലാത്തിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, മുഅ്മിനീങ്ങളെ സ്വലാത്തില്ലിക്കോളി, ഇത് ഖുർആന്റെ കൽപ്പനയാണ്. സ്വലാത്തിന് വിശ്വാസമുണ്ട്. എന്നാൽ ചൊല്ലണുണ്ടോ? ചൊല്ലണില്ല. ചൊല്ലണില്ല എന്ന് മാത്രമല്ല, ചൊല്ലണോനെ മുഴുവനും കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് നടക്കും ചെയ്യാം. നമുക്ക് അതിനൊരു മാറ്റം വേണമെന്നാണ് മുജാഹിദിന്റെ നേതാവ് പറയുന്നത്. പറയട്ടെ, ഞാനൊരു തൗഹീദ് പ്രഭാഷകനാണ്, തൗഹീദ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാനൊരു മുജാഹിദാണ്, ഞാൻ തൗഹീദ് ഇങ്ങനെ ഹോൾസെയിലും റീറ്റെയിലായിട്ട് കൊടുക്കുന്ന ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പഴംപൊരിക്ക് റബ്ബർ കുടിക്കാന്മാരിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അതനുസരിച്ച് പ്രവർത്തിക്കും വേണം. വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു, നമ്മുടെ ജീവിതത്തെ അല്ലാഹു പരിഗണിക്കുക. അപ്പൊ വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങളും കൂടി വേണം. വിശ്വസിച്ചാൽ മാത്രം പോരാ. നിസ്കാര ശേഷം 33 +1 100 ദിക്റില്ലേ?
ഇത് സ്വഹീഹായ ഹദീസ് കൊണ്ട് വ്യക്തമല്ലേ? അപ്പൊ അങ്ങനത്തെ വ്യക്തമായ ഹദീസ് കൊണ്ട് വ്യക്തമായ ദിക്റൊന്നും പോലെ ചൊല്ലില്ല. എന്നാ ഹദീസ് ഉണ്ടെന്നവർക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇയാൾ പറയാണ് വെറും വിശ്വാസം മാത്രം ഒരു കർമ്മം കൂടി വേണം. എന്നിട്ട് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തില് ദിക്റുകളും ദുആകളും ഉണ്ടാവേണ്ടതുണ്ട്. ഉണ്ടാകണമെന്നല്ലേ നമ്മളും പറയണത്. അത് ഉണ്ടാവേണ്ടതുണ്ട്. മര്യാദയ്ക്ക് അടക്കം ചെല്ലേണ്ട മാര്യങ്ങളൊന്ന് ചെല്ലണം. അപ്പൊ ശരിയാവും. മുജാഹിദാണെന്ന് കരുതിക്കൊണ്ട് ദിക്റുകളും ദുആകളും അവന്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പറയും. അവ മുജാഹിദാണെന്ന് കരുതി ദിക്റും ദുആയും വർജിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കണില്ല. അത് ലീക്ക് ബിലാനെ വർജിക്കലാണോന്നറിയില്ല. അല്ല, അവൻ മുജാഹിദാണെന്ന് കരുതി ദിക്റും ദുആയും വർജിക്കാൻ പാടില്ല. അത് കൊണ്ടെടുക്കണം എന്നാ മൂപ്പര് പറഞ്ഞു. ഞങ്ങളും പണ്ടേ പറഞ്ഞത് തന്നെയാണ്. അവൻ ഞങ്ങൾ പറഞ്ഞത് മൈക്കെടുത്തിട്ട് നിങ്ങളും പറയാന്ന് മാത്രമേ. വലിയ മാറ്റമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ദിക്ർ ഹൽക്കകളെ അതിശക്തമായിട്ട് വിമർശിക്കുന്നു. വിമർശിക്കുന്നു. ശരി തന്നെയല്ലേ പറഞ്ഞ്? എവിടെ നടക്കുകയാണ് നിങ്ങളെ കൊണ്ട് കയ്യ കുത്തിത്തിരിപ്പൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വലാത്ത് സദസ്സുകളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. വിമർശിക്കുന്നുണ്ട്. സ്വലാത്ത് സദസ്സിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ദിക്റുകൾ ഉണ്ടാവണം. ഉണ്ടാകണം. അപ്പൊ അത് വിമർശിച്ചിങ്ങനെ നടന്നാ പോരാ. ദിക്റും ദുആയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും അതാണ് കലിമത്ത് തയ്യിബ്. ദിക്ർ മാത്രം പോരാ, തഹ്ലീലും വേണം, തസ്ബീഹും വേണം, സ്വലാത്തും വേണം. അത് കലിമത്ത് തയ്യിബാണ്. തോന്നിയാസല്ലാന്നതിന്റെ അർത്ഥം. കലിമത്ത് തയ്യിബാണ്. നല്ല വാക്കുകളാണ് അതൊക്കെ. അങ്ങനത്തെ നല്ല വാക്ക് എവിടം വരെ എത്തും പറയട്ടെ? ആ കലിമത്ത് തയ്യിബ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നു. പിന്നെ പേടിച്ചാലോ. ഈ കലിമത്ത് തയ്യിബൊക്കെ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തും ചെയ്യും. പിന്നെ തെറ്റിനെ ബേജാറാണോ? നോക്കൂ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇത്തരം ഉത്തമ വചനങ്ങളും സൽക്കർമ്മങ്ങളുമാണ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതുണ്ടോ? ഇല്ല. അപ്പൊ അയാൾ എന്റെയും നിങ്ങളുടെ എന്റേതാണ് ഇയാള്. നിങ്ങളാണ് ശാസ്ത്രം നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അന്തം മുട്ട മുജാഹിദാണ്. അപ്പൊ ഓഹലോട് ചോദിക്കാണ് നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളും തുടങ്ങിയ സംഗതിയൊക്കെ റെഡിയാവും. ഊഹിപ്പിക്കേണ്ട നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ. പക്ഷേ സുബഹിക്ക് ശേഷം നമസ്കാര ശേഷം ചില ദുആകളും ചില ദിക്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലേ? അല്ല, ഉണ്ടായാൽ മതി. അന്തണ്ടായാൽ മതി. അപ്പൊ സുബഹിന്റെ ശേഷം എന്തൊക്കെ ദുആഉണ്ട്, ദിക്റുണ്ട്, മറ്റു ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചിട്ടില്ല. അല്ല, തിരിയാത്ത നമ്മൾ തിരിഞ്ഞറിയണ്ടല്ലോ. അപ്പൊ ദിക്റുണ്ട്, ദുആഉണ്ട്, മറ്റു ചില കാര്യങ്ങളുണ്ട്. മോനാ ഭാഗമൊന്നും പറ്റേ നമ്മൾ പറയുമ്പോൾ മര്യാദക്കാൻ അണ മുറിച്ച് പറയാന്നുള്ള സോപ്പിങ്ങിന്റെ വിഷയമൊന്നും പറയാം. അത് ദീനിന്റെ കാര്യമാണ്. സോപ്പിങ്ങിന്റെ വിഷയമൊക്കെ തക്കാർച്ച നേരുമ്പോ നമുക്ക് പറയാം. ഇതിൽ സോപ്പിങ്ങൊന്നുമില്ല. ശേഷം നമസ്കാര ശേഷം ചില ദുആകളും ചില ദിക്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. അതൊന്നും നിർവഹിക്കാതെ പോകലാണ് മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല, നിങ്ങളും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഈ ദിക്റും എഴുന്നേറ്റ് പോകലാണ് ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. അവർ നാട്ടിലൊരാൾ മുജാഹിദാണ് മനസ്സിലാക്കാൻ എങ്ങനെ? ആ സലാം വീട്ടിട്ട് ബാക്ക് നോക്കിയാൽ കാണുന്ന ടൈപ്പിന് സ്വിച്ച് പൊന്തി അവരൊന്ന് പൊന്തി ഒന്ന് താന്നുകൊണ്ടും കാണാം. പൊന്തിയത് കണ്ടവൻ മുജാഹിദാന്ന് മനസ്സിലാക്കാം. അവൻ തൗഹീദും ദീനും തിരിഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ ദ്വാരക്കാരെ പോയോ ഓം ഈ പറഞ്ഞമാര് മുജാഹിദാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞവരെ ദ്വാരക്കോടൊന്ന് താന്നിയിട്ടോ ഒന്ന് പൊന്തിട്ടോണോ എന്നോ മുജാഹിദാണ്. അങ്ങനെ കരുതേണ്ടതില്ല. മുജാഹിദാണ് ദിക്റും ദുആക്കെ നടത്തണം എന്നാണ് യുവ നേതാവ് പറയുന്നത്. ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം. ചൊല്ലണം. അങ്ങനെ തന്നെ മര്യാദക്ക് പറയും. അപ്പൊ ദിക്ർ ചൊല്ലേണ്ടത് കൃത്യമായി ചൊല്ലണം. ഓതേണ്ട വചനങ്ങൾ ഓതണം. ഓതണം. അതിന് ചൂടായിട്ടൊന്നും കാര്യമില്ല. ഓതേണ്ട വചനങ്ങൾ ഓതണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ബേജാറാണോ? അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലാനും ഓതേണ്ട വചനങ്ങൾ ഓതാനും നബി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ആലോചിക്കേണ്ടതില്ലല്ലേ. ഞാനൊരു മുജാഹിദാവണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉളുപ്പുണ്ടെങ്കിൽ പറയുന്നത് മൈച്ചേ കൂടെ പറയാനേ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ചുമരമ്മക്ക് റബ്ബർ പന്ത് എറിഞ്ഞ മാതിരി നമ്മളിങ്ങനെ നീച്ചു പോണ ചിന്ത ഉണ്ടാകരുത്. നോക്കിയാണ് നിങ്ങൾ സ്റ്റേജ് മുതൽ ഒരു മനുഷ്യൻ പറയണത്. അവ ചുരുക്കത്തിൽ എന്തൊക്കെ സ്പെല്ലിംഗ് തകരാറ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊരു ചെറിയൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. തൊഴിൽപ്പുറത്ത് വെച്ച് റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഈ അമലുസ്വാലിഹികളാണ്. അപ്പോ ഈ പറഞ്ഞതൊക്കെ അമലുസ്വാലിഹികളാണ്. നിസ്കാര ശേഷം സുമരമൊക്കെ റബ്ബർ പന്ത് എറിഞ്ഞതുപോലെ
ഓടിപ്പോകരുത് എന്ന് അടക്കമുള്ള നാളിതുവരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും ചെയ്തു വരുന്നതുമായ ആചാര അനുഷ്ഠാനങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചപ്പോൾ അതൊക്കെ ചെയ്യേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട നിനക്ക് മുജാഹിദ് പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ചില ആളുകൾ മയത്ത് ഞാറട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു നിൽക്കുന്നത്. ആലോചിക്കണം എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ. കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഒന്ന് രണ്ട് ഞാൻ ആ ഭാഗം ചുരുക്കാം. ബഹുമാനപ്പെട്ട MT സാഹിബ് വിഷയം പറഞ്ഞോട് ചുരുക്കാം. ഒന്നും കൂടി ഞാൻ ആ വിഷയത്തിൽ പറയാം. നമ്മുടെയൊക്കെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ കിരീടം വെക്കാത്ത രാജകുമാരൻ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പരിശുദ്ധമായ റബീഉൽ അവൽ 12ന്റെ അന്ന്, പണ്ടൊക്കെ അങ്ങനെ 12ന്റെ അന്ന് ആഘോഷം. ഇപ്പം അങ്ങനെ റബീഉൽ അവൽ 1 മുതൽ അവസാനം വരെ നബിദിനാഘോഷ പരിപാടികളാണ്. തോരണം തൂക്കലും പാട്ടുപാടലും മധുഹും മൗലിദും ബുറുദയുമായി ആ മാസത്തെ സന്തോഷം കൊണ്ട് അലങ്കരിക്കലാണ് മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് എവിടെയെങ്കിലും ഞങ്ങളൊരു കൊടികെട്ടിയാൽ, ഒരു തോരണം തൂക്കിയാൽ, പൂക്കുളോന് പിന്നാലെ പഞ്ചറായ സൈക്കിളെടുത്ത് കൂടിയിട്ട് അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ തിരിയാനും അറിയാനേക്കൂല. ഈ കെട്ടുള്ളവരാകെ അങ്കലാപ്പില, ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ച് ഇടങ്ങേറാക്കും. പക്ഷേ ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന് മുജാഹിദിന്റെ പ്രമുഖന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു ബലൂൺ വീർപ്പിക്കൽ മത്സരം നടത്തി. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല. പ്രവർത്തകന്മാർ പലരും അറിഞ്ഞിട്ടുണ്ടോ? പല ഭാഗത്തൊക്കെ നമ്മൾ ആദർശ പരിപാടി കേൾക്കാൻ പോകുന്നതുകൊണ്ട് മുജാഹിദ് പണ്ഡിതന്മാരിലെ പ്രമുഖന്മാരായ ആളുകൾ അണിനിരത്തി പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ തലേ ദിവസം ബലൂൺ വീർപ്പിക്കൽ മത്സരം. 2 പെരുന്നാളിന്റെ രാവുകൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ശ്രേഷ്ഠമായ രാവുകളാണെന്ന് രേഖ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MT ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. ആ ശ്രേഷ്ഠമായ ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പെരുന്നാളിന്റെ രാവുകളിൽ ഒരു രാവിലെ ബലൂൺ വീർപ്പിക്കൽ മത്സരം നടത്തി മുജാഹിദിന്റെ ആളുകൾ. ആ മത്സരത്തിന് ഒരു ഭാഗം നോക്കുന്നുണ്ട്. നിങ്ങള് ഇസ്ലാഹി സെന്റർ എന്താ കേസത്തിന്റെ ഓഫീസ് ആയിക്കൊണ്ട് നിൽക്കാൻ വെച്ചാൽ ഇവിടെ നമുക്ക് നിൽക്കാൻ ഇസ്ലാഹി സെന്റർ നേരെ താഴെ 2 താടിച്ച മനുഷ്യന്മാരുടെ നോട്ടീസ് ഈദ് മീറ്റ് അറ്റങ്ങളൊക്കെ താടി പഠിച്ച പെരമേയ മാത്രമുണ്ട്. അല്ല നമ്മൾ മോശമാക്കി ഉള്ളത് പറഞ്ഞതാണ്. എന്റെ മാതിരിയല്ലാതെ പ്രശ്നർത്ഥം. അപ്പൊ ഇങ്ങനെ താടിയുള്ള വലിയ മുജാഹിദിന്റെ പണ്ഡിതന്മാർ പെരുന്നാളിന് തലേന്ന് ബലൂൺ വീർപ്പിക്കൽ മത്സരം നോക്കിയാണ് നിങ്ങൾ ഇച്ചങ്ങളൊക്കെ വെച്ചൊരവസ്ഥ. ശരിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ബലിപെരുന്നാളിന്റെ തലേ ദിവസം നബി തങ്ങൾ ബലൂൺ പൊട്ടിച്ച ഹദീസ് പറ. എത്ര ബലൂന നബി പൊട്ടിച്ച എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പോട്ടെ. സ്വഹാബികൾ ആരെങ്കിലും ഇങ്ങനെ ബലൂൺ പൊരിപ്പിക്കൽ മത്സരം ഞങ്ങൾ നടത്തുന്നവരൊക്കെ ഖുർആനും ഹദീസും നിങ്ങൾ നടത്തുന്നതൊന്നും വേണ്ടേ? അല്ല, സുന്നികൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിന്റെ വേക്കരങ്ങൾ കൂടുതലിന്റെ ഖുർആനിലുണ്ട് ഹദീസ്. ഇതിന്റെ ആയത്തൊന്നും ഓതി ബലിപെരുന്നാൾ തലേ ദിവസം ഇങ്ങനെ ബലൂൺ പൊരിപ്പിക്കൽ മത്സരം. കുട്ടികളാണെങ്കിൽ തരക്കടില്ല, നോക്കോളിങ്ങള് പോത്തോളം പോന്നാന്ന് ഞാൻ പറഞ്ഞില്ല, പോത്തിന് മോശക്കാരം. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. വലിയ മനുഷ്യന്മാരെ ചെയ്യാണ്. ഇതിനായിട്ടോ ഹദീസൊന്നും വേണ്ടേ? പോട്ടെ. അപ്പൊ ഏതായിരിക്കട്ടെ, അതിങ്ങനെ പൊട്ടാൻ കാത്ത് നമ്മളെ സമയം ഇവിടെ വെറുതെ പോകും. അപ്പൊ ഏതായിരിക്കട്ടെ, ഈ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെയും ദീനിന്റെയും നിയമങ്ങളെയൊക്കെ മുഖത്ത് കരിവാരത്തേക്കുന്ന ബിദ്അത്തുകാർ ഒരു ഭാഗത്ത് തഴച്ചു വളർന്നുകൊണ്ടിരുന്നപ്പോൾ, ഇന്നത്തെ കഥയല്ല പഴയ കഥയാണ് പറയുന്നത്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകുന്ന രൂപത്തിൽ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെ കൊടപ്പരമ്പൊക്കെ ചരലുകാരി എറിഞ്ഞതുപോലെയുള്ള പടപട പ്രസംഗങ്ങൾ നടത്തി വളർന്നു വരുന്ന യുവതലമുറയെ വഴിതെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ബിദ്അത്തുകാർ ഒരു ഭാഗത്ത് സജീവമായി രംഗത്ത് വന്നപ്പോൾ
സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന ആശയവുമായി ആ കാലഘട്ടങ്ങളിലെ വന്യവയോധികരായ പണ്ഡിതന്മാർ തഖ്വയിലും ഇഖ്ലാസിലും ഏറ്റവും വലിയ അസ്ഥിവാരമിട്ട ജീവിതം നയിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ചുരുക്കിന് പറഞ്ഞ വർത്താനല്ല അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇന്നത് നമുക്ക് ആലങ്കാരിക പ്രയോഗമാണെന്ന് തോന്നും. അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ചു. ഈ സംഘടന രൂപീകരിച്ചത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാനാണ്. ഈ പരിശുദ്ധമായ ദീനിനെ ചുറ്റും കെട്ടിയ സംരക്ഷണ ഭിത്തിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതല്ലാതെ പ്രത്യേക ഒരു ആരാധനാ കർമ്മങ്ങളോ മറ്റ് പ്രത്യേകമായ പുതുതായി ഉണ്ടാക്കിയ വിശ്വാസ സംഹിതയോ അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പാരമ്പര്യമായി കിട്ടിയ പരിശുദ്ധമായ ഇസ്ലാം പടച്ചവനിൽ നിന്ന് ജിബ്രീൽ മുഖേന പുണ്യപ്രവാചകർക്കും അവരിൽ നിന്ന് ശേഷം വന്ന മഹാന്മാരെ സ്വഹാബികൾക്കും ലഭിച്ച പരിശുദ്ധമായ ഇസ്ലാം. ആ സ്വഹാബികളെ പറ്റി എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. ആ മഹാന്മാരായ സ്വഹാബത്ത് കൊണ്ടുവന്ന ദീനിനെ വക്രീകരിച്ച് സന്ധീകരിച്ച് ദീനിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഈ വിഭാഗം കടന്നു വന്നപ്പോൾ തങ്ങൾ നോക്കി നിന്നാൽ പടച്ചവനോട് മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ആ കാലഘട്ടത്തെ പണ്ഡിതന്മാരെ സമസ്ത ഉണ്ടാക്കി. കേരളീയ സമൂഹം വലിയ സന്തോഷത്തിലായി. 95% ആളുകളും 100 എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല, ഉള്ളതേ നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. കേരളത്തിലുള്ള 95% ആളുകളും ഈ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരന്നു. ഭാഗ്യവാന്മാരാണ് ഈ ആളുകൾ. ദാറുസ്സലാമിലേക്ക് വിളിക്കുന്ന ആളുകളാണ്. ദാറുസ്സലാമിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുന്നവരാണ്. തഖ്വയോട് കൂടെ ജീവിക്കാനും അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാനും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും നിന്ദിച്ചതിനെ നിന്ദിക്കാനും വേർതിരിച്ച് മനസ്സിലാക്കി തരാനുള്ള പ്രത്യേകമായ കഴിവുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ ആളുകളും അവരുടെ പിന്നാലെ അണിനിരുന്നു. എല്ലാവരും അണിനിരുന്നു, ഒത്തൊരുമയോടുകൂടെ അണിനിരുന്നു. ആരാണ് മുമ്പിൽ നിൽക്കുന്നവർ? എല്ലാ നിലക്കും ഇത്തിബാഅ് ചെയ്യാൻ പറ്റുന്ന 100% അനുകരണീയരായ, ചിലരിൽ അനുകരിക്കാനും ചിലരിൽ അനുകരിക്കാതിരിക്കാനും എന്നല്ല, എല്ലാ വിഷയങ്ങളിലും 100% അനുകരിക്കാൻ പറ്റുന്ന, ഇത്തിബാഅ് ചെയ്യാൻ പറ്റുന്ന മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകി. ആളുകളൊക്കെ അതിന്റെ പിന്നാലെ കൂടി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദഅവത്തിന്റെ പല മാർഗങ്ങളും നടന്നു. ഇവിടെ പള്ളി ദർസുകൾ ഔദ്യോഗികവും അനൌദ്യോഗികമായും ഉണ്ടായി. അറബി കോളേജുകളുണ്ടായി, യതീംഖാനകളുണ്ടായി. 1981 ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡുണ്ടായി, SKSSF ഉണ്ടായി, SYS ഉണ്ടായി, SBB ഉണ്ടായി, SMF ഉണ്ടായി തുടങ്ങിയ സമസ്തയുടെ സകലമായ കീഴ്ഘടകങ്ങളിലും ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായ നിയമ സംഹിതകളോടുകൂടെ ആവശ്യമായ രൂപത്തിൽ മഹാന്മാരുടെ നേതൃത്വത്തിൽ കീഴ്ഘടകങ്ങളുണ്ടായി. ഇടക്കാലത്ത് സമസ്തയിൽ നിന്ന് പലരും മാറിപ്പോയി, മാന്യതയോടുകൂടെ മാറിപ്പോയി. നമ്മൾക്കറിയാം, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റായിരുന്ന KK സദഖത്തുള്ള മുസ്ലിയാർ വണ്ടൂരിലെ മഹാനവറുകൾ അല്ലാഹു തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഖുതുബ അടക്കമുള്ള ഇബാദത്തുകൾക്ക് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാമോ പറ്റില്ല എന്ന് ചർച്ച വന്നപ്പോൾ അങ്ങനെത്തെ ഇബാദത്തുകൾക്ക് മൈക്ക് ഉപയോഗിക്കുന്നത് തെറ്റില്ലെന്ന് 39 മുശാവറ പണ്ഡിതന്മാരെ ഏകോപിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് വ്യക്തിപരമായി വിയോജിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ലെറ്റർ പേരിൽ രാജി കൊടുത്ത് മാറിപ്പോയ മാന്യദേഹം മാന്യത കാണിച്ചു മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ. അദ്ദേഹത്തിന് അവകാശപ്പെടാമായിരുന്നു, ഞാൻ പ്രസിഡന്റാണ്, അതുകൊണ്ട് ഉള്ള തെങ്ങുമെന്നുള്ള തേങ്ങ 4 രൂപ എനിക്ക് തരാം, മഖാമിൽ കിട്ടുന്ന വരുമാനം കുറച്ചു ഭാഗം എനിക്ക് വേണം എന്ന് അവകാശപ്പെടാമായിരുന്നു. അങ്ങനെ മഹാനവറുകൾ പോയിട്ട് എന്തേ ചെയ്തത്? സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. ഈ പേരിൽ സംഘടന ഉണ്ടാക്കിയില്ല, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. മൂപ്പരൊക്കെ മാന്യമായ പണി ചെയ്തു. നമ്മൾക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് ചില വിഷയങ്ങളിൽ മുസ്ലിം ലീഗുമായിട്ട് ഇടഞ്ഞു. അദ്ദേഹം മാറിപ്പോയി. എന്നാ മൂപ്പർക്കും എന്താ ചെയ്യേണ്ടത്? ഞാൻ പ്രസിഡന്റ് ആയിരുന്നു, ഞാനൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കാതെ മൂപ്പര് കരുതിയില്ല. മൂപ്പര് നാഷണൽ ലീഗ് ഉണ്ടാക്കി. മൂപ്പര് നല്ല ബാപ്പാന്റെ കുട്ടിയാണ്, നാട്ടിൽ പിത്തലുണ്ടാക്കണമെന്ന് കരുതിയില്ല. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമായ കേരളത്തിൽ പ്രവർത്തിച്ച ശ്രീ കരുണാകരൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയപ്പോൾ ഞാൻ ഇതിന്റെ ചാണക്യനായിരുന്നു, അതുകൊണ്ട് ഞാനും ഒരു ഇന്ദിരാന്റെ കോൺഗ്രസ് ഉണ്ടാക്കാന്ന് കരുതിയില്ല. സാധു DIC ഉണ്ടാക്കിപ്പോയി. അയാൾ നല്ല അച്ഛന്റെ മോനാണ്, അത് മാന്യതയുള്ളൊരു ചെയ്യേണ്ട പണിയതാണ്. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 1988-89 കാലഘട്ടങ്ങളിൽ കലുഷിതമായ സാഹചര്യം ഇവിടെ ഉണ്ടായി. ഞാൻ കലുഷിതം എന്ന് പറഞ്ഞത് അന്ന് സാഹചര്യത്തിന്റെ അവസ്ഥ അനുസരിച്ചാണ്. ആ സാഹചര്യത്തിൽ
കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഏതാനും ആളുകൾ മാറിപ്പോയിട്ട് അവരെന്തേ ചെയ്തത്? ഇതേപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു. നോക്കി, അവരുടെ ലക്ഷ്യമെന്താണ്? സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കലാണ്. അവർക്ക് വേറെ പേരൊരു സംഘടന ഉണ്ടാക്കാം. കാരണം മതേതരത്വ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ്. ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ അധിഷ്ഠിതമായി ആർക്കും സംഘടന ഉണ്ടാക്കാനും അവനവന്റെ മതമനുസരിച്ച് പ്രത്യയശാസ്ത്രമനുസരിച്ച് ജീവിക്കാനുള്ള മൗലികമായ അവകാശമുണ്ട്. അത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കർ എഴുതി വച്ചിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഷാൽ എൻഡേവർ ടു സക്കർ ഫോർ ദി സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി ബർത്തറി ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് അവനവന്റെ മതമനുസരിച്ചും പ്രത്യയശാസ്ത്രം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ചെയ്തതെന്താണ്? അതേ പേരിൽ സംഘടന ഉണ്ടാക്കി, അതേ കൊടി ഉപയോഗപ്പെടുത്തി, അതേ പേര് സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു. നിങ്ങളെ ആലോചിച്ച് നോക്കിയാൽ എന്ത് മസ്ലഹത്തും എന്ത് നന്മയുമാണ് അവിടെ കയ്യിലുള്ളത്. അങ്ങനെ അവർ മാറിപ്പോയതിനു ശേഷം എല്ലാ വേദിയിലും പറയാറുള്ളത് പോലെ ഇവിടെ അത് കേൾക്കാത്ത ചില ആളുകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അവർ പുറത്തിറക്കിയ സുന്നി വോയിസാണ്. 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസ്. ഈ സുന്നി വോയിസിന്റെ 23ാമത്തെ പേജ് നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. 23ാമത്തെ പേജിൽ ആരെങ്കിലും മാറി നിന്ന് എന്റെ സംസാരം റെക്കോർഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ വളരെ കൃത്യമായി നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ബന്ധപ്പെട്ട വളർന്നു വരുന്ന യുവതലമുറക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ലേഖനമാക്കി കൊടുത്തതാണിത്. എന്താ ഹെഡിങ് അറിയങ്ങൾ? ആദർശ ജാഗരണത്തിന്റെ നാളുകൾ. ആദർശ ജാഗരണത്തിന്റെ നാളുകൾ. അതിന് താഴെയുള്ള സരഹോക്കികള് തീർത്തും ആദർശാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. വല്ലാത്തൊരു വാക്കാണിത്. തീർത്തും ആദർശാധിഷ്ഠിതമായ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. ഞാനും ഏതാനും ആളുകൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ പാണക്കാട് സാദാത്തിയുടെ പക്കൽ നിന്ന് ഇറങ്ങിപ്പോയത് ആദർശപരമായ വിഷയത്തിലാണ്. നമുക്ക് ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുമായി കൂടിയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരമൊരു വഴിപിരിയലായിരുന്നു. മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ അടക്കമുള്ള പണ്ഡിതന്മാരുടെ കൂടെയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇറങ്ങിപ്പോരായിരുന്നു എന്ന് മലയാളത്തിൽ എഴുതി വെച്ചാൽ ഈ വിഭാഗത്തിന് ഏതടിസ്ഥാനത്തിലാണ് പരിശുദ്ധമായ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ കുരുത്തവും പൊരുത്തവും ഉണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. എന്നാലും പറയും കണക്കിന് തല്ലിട്ടിയാൽ ഞങ്ങൾ കണ്ണിയത്തിന്റെ ആളാണ്, സംസ്കൃതന്റെ ആളാണ്. ഈ തല്ല് കിട്ടി എന്തിനാന്ന് ആലോചിച്ചത്? ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സംസ്കൃതന്റെ ആളാകുക? അവരുടെ പക്കൽ നിന്ന് ഇറങ്ങിപ്പോന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ദുഃഖമില്ല. അവിടെ കൂടെ ഇരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാളും നല്ലത് ഇറങ്ങിപ്പോരലായിരുന്നു. മലയാളത്തിലായി ജയിച്ച് ആർക്കും പരിശോധിക്കാതെ കൊണ്ട് മണ്ടരുത്, ഇതിന്റെ അടുത്ത് തന്നെ ഉള്ളൂ. മാത്രമല്ല ഇത് കണ്ടോ നിങ്ങള്, ഇത് കഴിഞ്ഞ മാർച്ച് മാസം പുറത്തിറങ്ങിയ റിസാലയാണിത്. മാർച്ച് മാസം പുറത്തിറങ്ങിയ റിസാല, 2015 മാർച്ച് 4 പുറത്തിറങ്ങിയ റിസാല. ഈ റിസാലയിൽ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വലിയ വിശാലമായൊരു ലേഖനമുണ്ട്. ഈ ലേഖനത്തിൽ നാളിതുവരെ അവർ പറഞ്ഞു നടന്ന വിഷയങ്ങൾക്ക് കഠിനവിരുദ്ധമാണ് അവരിതിൽ എഴുതിയിട്ടുള്ളത്. എന്താ ഇതുവരെ ഞങ്ങൾ ഓരോ പറഞ്ഞത്? ഞങ്ങൾ സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി, പിന്നെ ഉള്ള ഞങ്ങൾ പ്രസിഡന്റായി, അല്ലേ? ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ലെന്ന് നാളിതുവരെ പ്രസംഗിച്ച അവിടെ പ്രസംഗങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിയിട്ടാണ് പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കഴിഞ്ഞ മാർച്ച് മാസം പുറത്തിറങ്ങിയ ഈ റിസാലയുടെ 10ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. അദ്ദേഹം എഴുതുന്ന പ്രശസ്തമായ ഭാഗം, മുഷാവറയിലെ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുഷാവറയിൽ വരുന്നത്. പൊന്മൾ എഴുതാൻ ഞാൻ കേന്ദ്ര മുഷാവറയിൽ വന്നത് ഈ ഇറങ്ങിപ്പോക്കൊക്കെ ഉണ്ടായതിനു ശേഷമാണ്. മുഷാവറ പുനർസംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ എഴുതിയിട്ട് താഴെ നോക്കി നിങ്ങൾ, ഇറങ്ങിപ്പോന്ന ശേഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 മാർഗമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. കണ്ണുകള് സമസ്തയാണ് ഇറങ്ങിപ്പോന്നതിന് ശേഷം ഞങ്ങൾ വക്കീലിനെ സമീപിച്ചു. അങ്ങനെ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്.
ഒന്ന്, വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമെതിരെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളാൾ തങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെതിരെയും ശംസുൽ ഉലമക്കെതിരെ കാന്തപുരവും കേസ് കൊടുക്കുക. ഇത് ഞങ്ങളോട് വക്കീൽ പറഞ്ഞു തന്ന രണ്ടക്ഷരങ്ങളിൽ ഒന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ മാർഗം മുശാവറ കയ്യേറുക എന്നതായിരുന്നു. മുശാവറ കയ്യേറുക എന്ന് പറഞ്ഞാൽ എന്താ? നിറഞ്ഞ ഇൽമുള്ള തഖ്വയുള്ള തസ്ബീഹ് ചൊല്ലുന്ന പടച്ചവനല്ലാതെ മറ്റൊരാളെയും പേടിക്കാത്ത അല്ലാഹ് ബില്ലാഹ് എന്ന ചിന്തയിൽ കഴിയുന്ന 40 തികഞ്ഞ ആലിമീങ്ങൾ മുശാവറ യോഗം നടക്കുന്നു. കണ്ണിയത്ത് ഉസ്താദ് അധ്യക്ഷനാണ്, ശംസുൽ ഉലമ സ്വാഗതം പറയുന്ന ആളാണ്. അങ്ങനെ യോഗം നടക്കുന്ന സമയത്ത് നീരുവറ്റാത്ത മട്ടലുമായി കയറിച്ചത് ഈ പണ്ഡിതന്മാർ നിർമ്മല കടിച്ച് പുറത്ത് ചാടിച്ച് മിനുട്സ് കെട്ടെടുക്കണമെന്നാണ് ഞങ്ങളോട് വക്കീൽ പറഞ്ഞത് എന്നാണ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് പൊരുത്തമാണല്ലേ, ഇവരെ പൊരുത്തങ്ങൾക്ക് വേണമല്ലേ? അവരെ മുസാവറ കയ്യേറാൻ വേണ്ടി ഞങ്ങളോട് വക്കീൽ പറഞ്ഞു എന്ന് പൊന്മല എഴുതിയതാണിത്. ഈ അടിസ്ഥാനത്തിൽ ഏത് ഉസ്താദുമാരെ പൊരുത്തം ചങ്ങന്മാരെ ഞങ്ങൾ കിട്ടുക? എന്നിട്ട് പേരോട് പാട്ട് പാടുക. പൊരുത്തം വേണം മക്കളെ, പാടട്ടെ. ഉസ്താദുമാരെ പൊരുത്തമില്ലാതെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ, സാലിഹീങ്ങളെ പൊരുത്തമില്ലാതെ നോളോളി കേട്ട് നിങ്ങൾ ബേജാറാണ്ട. അത് തുടക്കം മുതൽ ഒടുക്കം വരെ നോളൊളിച്ചാലും കഷായത്ത് കൂടെ 1/2 ഔൺസ് കണ്ടു നീര് കിട്ടൂല. ആ പൂതി നിങ്ങൾ ആരും കരുതണ്ട, അത് അതിന്റെ ഒരു ഭാഗം അത് കരുതിയാൽ മതി. മനസ്സിലായില്ലേ? തൽക്കെന്ന് വരച്ചേ കാരണം എന്താ അറിയോ? വടശ്ശേരി അസമൂല്യൻ അതിനകത്ത് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആലിമീങ്ങളെ കുതിര കയറുമ്പോൾ ഓലാരാന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. വടശ്ശേരി അസമൂല്യർ ആരാന്നൊക്കെ അറിയോ? വടശ്ശേരി അസമൂല്യരം നാട്ടിലത്തെ ഏപ്പിക്കാരൊക്കെ കൂടിയാണ് നാട്ടിൽ പള്ളിയെടുക്കാൻ വേണ്ടി വിസ ഉണ്ടാക്കി ഗൾഫിക്ക് പറഞ്ഞയച്ചു. ഗൾഫിക്ക് പറഞ്ഞയച്ച് അയാൾ കുറച്ചു കാലക്കാൾ നിന്നാണ് നാട്ടിൽ നിന്നാണ്ട് പെരപ്പണി തുടങ്ങി. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. പെരപ്പണി തീരാനായപ്പോ നാട്ടുകാർ വെച്ച് അല്ല നമ്മളിപ്പോ നിങ്ങളെ പള്ളിപ്പണിക്കല്ലേ പറഞ്ഞയച്ചത്, ഇവിടെ പള്ളിപ്പണി തുടങ്ങിയിട്ടില്ല, കണക്കും കൈയൊന്നും കാണാതെ പെരപ്പണി നടക്കണുണ്ടല്ലോ. അതിന് മൂപ്പര് പറഞ്ഞ മറുപടി എന്താ? നിങ്ങള് വിമാനത്തൊന്ന് റെസീറ്റ് കീപ്പിട്ട് കുഞ്ഞാടിയാണോ? ഉത്തരവാദപ്പെട്ട വേദി എന്നാ ഞാൻ പറയണത്. സമസ്തക്കെതിരെ പറയുമ്പോ കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചണേ. റെസീറ്റ് കീപ്പിട്ട് വീണ് കാണും. അപ്പൊ യോഗത്തിൽ പങ്കെടുത്ത കാക്ക പറഞ്ഞു, എന്താ മുഖാഞ്ഞ നന്നായി. അല്ല, ഇന്താ വീണേക്കാണെങ്കിൽ പെരപ്പണി നടക്കൂലല്ലോ. അല്ല, അയ്യാതി നുണ പറഞ്ഞ് തട്ടിപ്പറ്റിയാളുടെ വടശ്ശേരി. ഇനി സമസ്തക്കെതിരെ പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുകയാണ്, വെട്ടുകാടുള്ള SKSSF പ്രവർത്തകന്മാർ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ്. അവരെ ഉണർത്തിയാൽ ഇവിടുത്തെ SSFകാർക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ലെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടുത്തെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ്. തോന്നിയാസം പറയാൻ വന്നാൽ ഞങ്ങൾ ഓരോന്നിങ്ങനെ പുറത്ത് കണ്ടിടും. മണത്തിട്ടാൻ നടക്കാൻ വയ്ക്കൂല. ഇത് തൽക്കാലാണ് റസീറ്റ് കൊയിഞ്ഞാടേ കഥ. രണ്ടാമത്തെ ഞാൻ സൗകര്യം പിന്നെ പറയാം. ഉസ്താദുമാരെ പൊരുത്തമില്ലാതെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ, സാലിഹീങ്ങളെ പൊരുത്തമില്ലാതെ ഹബീബായ നബി തങ്ങളുടെ സമീപത്തെ പ്രവേശനമില്ല കേട്ടോ. അവിടെ നിൽക്കട്ടെ. അതെന്തേ പറഞ്ഞത്? ഉസ്താദുമാരെ പൊരുത്തല്ലാതെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂല. അതിന് പച്ച മലയാളം ഏപ്പിക്കാർക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉണ്ടാവില്ല എന്നാണ്. കാരണം ഈ ഏപ്പിക്കാർക്ക് എങ്ങനെ ഉസ്താദുമാരെ പൊരുത്തുണ്ടാവുക? അവർക്ക് സുന്നത്ത് ജമാഅത്ത് കുറഞ്ഞോട് ഇറങ്ങിപ്പോന്നു വായി എഴുതിയതാണ്. ഞാൻ നേരത്തെ റിസാലയിൽ വരെ സുന്നി വോയിസ് വായിച്ചത്. അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞ് മുസാവർ കയ്യേറാൻ വേണ്ടി വക്കീൽ അങ്ങോട്ട് പറഞ്ഞു എന്നാണ് അദ്ദേഹം ഇവിടെ റിസാല എഴുതി വെച്ചത്. ഇങ്ങനെ എഴുതുക വഴി, ഇങ്ങനെ പ്രസംഗിക്കുക വഴി ഏതർത്ഥത്തിലാണ് വന്യവയോധികരായ പണ്ഡിതവര്യന്മാരുടെ പൊരുത്തം നിങ്ങൾക്കുണ്ടാകുക? അത് നമുക്ക് മനസ്സിലാകാത്തൊരു കണക്കാണ്. അറിയില്ലേ, അതൊരു നിയമമല്ലേ? യൂണിറ്റിന്റെ കത്തില്ലാതെ, അതേ സോണിന്റെയും സർക്കിളിന്റെയും സപ്പോർട്ടില്ലാതെ, ജില്ലാ കമ്മിറ്റിയുടെ റെക്കമെൻഡില്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകുമോ? പാസ്സാകൂല. അപ്പൊ അടിയുന്ന ഇങ്ങനെ പാസ്സായെങ്കിൽ മോളിന്ന് പാസ്സാകൂല. ആദ്യം പള്ളിക്കത്തെ മൊല്ലാക്കാതെ കുരുത്തം വേണം. അയാളെ കുതിരാക്കിയാ പിന്നെ അയാൾ കുരുത്തണ്ടോ? പിന്നെ മദ്രസയിൽ പഠിപ്പിച്ച മൂല്യന്മാരെ കുരുത്തം വേണം. നിങ്ങളൊക്കെ പഠിച്ചത് സുന്നി ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ നിങ്ങൾ പഠിച്ചത്, അവിടെ നിന്ന് നിങ്ങൾ ഉസ്താദ്മാരെ പഠിപ്പിച്ചത്. ഓല കുരുത്തം വേണം. സംഗതി ഓല നിങ്ങളെ ഉപ്പാദനത്തെ നറും ചുളിക്കുന്നതിന്റെ പിന്നെ ഇസ്തിരിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുരുത്തം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മേപ്പെട്ടു പോയാൽ ദർസിൽ പഠിപ്പിച്ച ഉസ്താദിന്റെ കുരുത്തം വേണം.
കോളേജിൽ പഠിപ്പിച്ച ഉസ്താദിന് പൊരുത്തം വേണം. അവസാനം സനത് നിങ്ങളെ കയ്യിൽ തന്ന ഉസ്താദിന് പൊരുത്തം വേണം. അതില്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെടാൻ മതി. പൊരുത്തം എന്ന് പറഞ്ഞാൽ ആന കുമ്പിട്ടായിരിക്കുന്ന സാധനമൊന്നുമല്ല. അത് മനുഷ്യൻ നന്നാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുന്ന സാധനമാണ്. അത് ഉണ്ടാകുന്ന മനുഷ്യൻ നന്നായി ജീവിക്കാൻ വേണം. അതിന് കണ്ണുരിച്ചിട്ട് പൊയിന്തച്ചിട്ടൊന്നും കാര്യമില്ല. നന്നാകാൻ വല്ല മാർഗമുണ്ടോ നോക്കണം. വില്ലേജ് ഓഫീസർ ഒപ്പിടാതെ, തഹസിൽദാർ വിവരമറിയാതെ കലക്ടർ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുമോ? തരൂല. അവ കലക്ടർ ഒപ്പിടെങ്കിൽ അടി തുടങ്ങണം. നേരത്തെ പറഞ്ഞു തന്നെ. എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മദദും ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പൊരുത്തം വേണം. അപ്പൊ റസൂലുള്ളാഹിന്റെ മദദ് ലഭിക്കണമെങ്കിൽ അവരുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ പൊരുത്തം വേണം. എല്ലാ പണ്ഡിതന്മാരും പൊരുത്തം വേണ്ട. അമ്പിയാക്കന്മാരുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ ഔസോഫുകൾ എന്താ നബി തങ്ങൾ പഠിപ്പിച്ചത്? അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെ ഇർസായിട്ടെടുത്ത ഇൽമും ഈമാനുമില്ലാത്ത പണ്ഡിതന്മാരുടെ പൊരുത്തം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള പൊരുത്തം പടച്ചവനെ പേടിച്ച് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായി ജീവിച്ച പണ്ഡിതന്മാരുണ്ട്. അവരുടെ പൊരുത്തം പൊരുത്താൻ വേണ്ടിയത്. ചിലരൊക്കെ പറയും ദാരിമേ നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്, ഏപ്പിന്റെ കുരുത്തുകേട് ഇട്ടൊന്ന് അവിടെ കുരുത്ത്, പിന്നെ അദ്ദേഹത്തിന്റെ കുരുത്തുകേട് തൊട്ട് നിങ്ങളൊന്ന് കൂടുതൽ പറയരുത് എന്ന്. നമുക്കറിയാം, നമുക്കതിൽ ബേജാറില്ലാത്തതിന് കാരണം കുരുത്തവും പൊരുത്തവുമുള്ള പണ്ഡിതന്മാരുടെ കുരുത്തക്കേട് ഹോൾസെയിലായിട്ട് വാങ്ങിവെച്ച ആളുകളെ നമ്മൾ എങ്ങനെ പേടിക്കണം? കണ്യത്തുസ്ഥാനം പേച്ചു എന്ന് പറഞ്ഞ മനുഷ്യൻ നമ്മൾ പേടിക്കേ, നമ്മളെ കിട്ടൂല. നിങ്ങൾക്ക് വേറെ ആളെ നോക്കാം. ശംസുലത്തെ പേച്ചു എന്ന് പറഞ്ഞ ആളെ നമ്മൾ പേടിക്കണമെന്നോ? നിങ്ങൾക്ക് വേറെ ആളെ നോക്കാം. അവിടുത്തെ സന്താന പരമ്പരയിലുള്ള സയ്യിദന്മാരെ പൊരുത്തം വേണം. പാണക്കാട്ടുകാരെ പൊരുത്തം വേണം. അതായത് മലയാളതാ മൂപ്പര് മറ്റൊരു നമ്മൾ സർഹായിട്ട് കുറച്ചേരാണ് പോവുക. അപ്പം അവിടുത്തെ സന്താന പരമ്പരയുടെ പൊരുത്തം വേണം. സന്താന പരമ്പര അതാണ് തങ്ങന്മാരെന്ന് മലയാളത്തിൽ പറയാം. ഇന്ന് കേരളത്തിൽ തർക്കമില്ലാത്ത തങ്ങന്മാരുടെ കുടുംബം പാണക്കാട്ടുകാരുടെ കുടുംബമാണ്. ഓരോ പൊരുത്തം വേണം. മറ്റൊന്നും നമ്മളിങ്ങനെ വല്ലാതെ ചർച്ച ചെയ്യണമെന്നില്ല അല്ലേ? ഇപ്പൊ കൂലിക്കുഴി തങ്ങളിങ്ങനെ നാട്ടിലൊക്കെ നടന്നിരുന്നു. 3 മാസം മുമ്പ് ലക്ഷദ്വീപിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അഭിമന്യരായ നേതാവ് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളോട് കൂടെ പോകാനും ഒരാഴ്ചയിലെ ആദർശ പ്രഭാഷണത്തിന് പങ്കെടുക്കാനും ഭാഗ്യമുണ്ടായി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മതപ്രഭാഷണ പരമ്പരയ്ക്ക് നമ്മൾ നടത്തിയത്. ക്ലിപ്പ് പരമ്പര ആദ്യമായിട്ട് ദ്വീപ് നടത്തി. 5 ദിവസം ഒരേ വേദിയിൽ 5 ദിവസം. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗുളിക കൊണ്ട് ചെറിയൊരു ഫലക്കുണ്ടായി, ഇളക്കം തുടങ്ങി. ഇബല് വേഗം 3-ാം ദിവസം കൂരിക്കുഴി തങ്ങളെ കൊണ്ടുവന്നിട്ട് നേരപ്പുറത്ത് അഗത്തി ദ്വീപിലെ സംഭവം. അവിടുത്തെ മൈക്കിന്റെ സൗണ്ട് കേട്ട് കേൾക്കുന്ന രൂപത്തിൽ ഇയാളെ കൊണ്ടുവന്നിട്ട് പരിപാടി വെച്ചു. അപ്പൊ ഇത് കേൾക്കണ ഏൽപ്പിക്കാരൻ അങ്ങോട്ട് വലിക്കുക. തങ്ങളാണ് തെളിയിക്കാൻ തയ്യാറുണ്ടോ ചോദിച്ചു. ഒറ്റ ദിവസം കൊണ്ട് പരിപാടിയാണ് നിന്നു. ഒറ്റ ദിവസം കൊണ്ട് പരിപാടിയാണ് നിന്നു. അതും കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അപ്പൊ സയ്യിദന്മാരുടെ പൊരുത്തം വളരെ അത്യാവശ്യമാണ്. ങ്ങളെ പൊരുത്തം വേണം. അവിടുന്ന് യതീമായി വളർന്നതുകൊണ്ട് തന്നെ യതീം മക്കളെ പൊരുത്തം വേണം. അപ്പൊ യതീം മക്കൾക്കായി മാത്രം പോരാ, ഒരു പൊരുത്തം വേണം. അപ്പൊ യതീം മക്കളെ പൊരുത്തം, സയ്യിദന്മാരെ പൊരുത്തം, ഈ പറയപ്പെട്ട അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ പൊരുത്തം, ഉലമാക്കളെ പൊരുത്തം വേണം. ഇതെന്തെങ്കിലും റസൂലുള്ളാഹിന്റെ മദദ് കിട്ടുള്ളൂ. ഇത് പ്രസംഗത്തെ പറഞ്ഞാൽ മതിയോ? ജീവിതത്തിൽ കാണിക്കണ്ടേ? പിന്നെ ഇവിടെ നടന്ന വടശ്ശേരിയുടെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെയും സമസ്തയുടെ പ്രവർത്തകന്മാരെയും തെറ്റിക്കാനുള്ള പണിയെ മുമ്പിൽ നോക്കി. കാരണം ലീഗ് മുഴുവൻ വൻ തന്നെ, നമുക്ക് ലീഗായിട്ടൊരു ബന്ധമില്ല. ലീഗ് മൂലം സ്വന്തം പാർട്ടിയും. അങ്ങനെ SKS പ്രവർത്തകന്മാർ അതും ആ വിഷയത്തിൽ വിഷയത്തിൽ വളരെ മോശമായി ചിത്രീകരിച്ച് അങ്ങനെ ഒരു വിള്ളലുണ്ടാക്കാൻ പറ്റുമോ നോക്കി. പക്ഷേ 1-2 കാര്യങ്ങൾ നമുക്ക് പറയാണ്ട്. ഇത് നിങ്ങൾ പഴയ കാലത്ത് മുസ്ലിം ലീഗിനെതിരെ എഴുതിയതാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ കാരണവന്മാരറിയണം. മുസ്ലിം ലീഗിനെതിരെ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ പണ്ട് പുറത്തിറങ്ങിയ സുന്നി വേദിയിൽ മുസ്ലിം ലീഗിനെതിരെ എഴുതി നോക്കിങ്ങൾ. എന്താ ഹെഡിങ്? ഹറാമിന്റെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ലീഗുകാർ. മാർക്സിസ്റ്റുകാർ ഇങ്ങനെ എഴുതിയില്ല, കോൺഗ്രസ് ഇങ്ങനെ എഴുതിയിട്ടില്ല, BJPയും BHPയും RSSും ബജ്റംഗ് ദളും ഒരാൾക്കാരും ഇങ്ങനെ എഴുതിയിട്ടില്ല ഇവരല്ലാതെ. ഹറാമിന്റെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ലീഗുകാർ. അതിന് പ്രധാന ഭാഗമൊന്ന് ഞാൻ വായിക്കാം.
അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഏത് തെമ്മാടിത്തരവും ചെയ്യാൻ മടിക്കാത്ത മുസ്ലിം ലീഗുകാർ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ മുഴുക്കയും സമുദായ സേവനമെന്ന പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീനിന്റെ നിയമങ്ങൾ ലീഗിനെതിരാണെങ്കിൽ ദീനിന്റെ നിയമങ്ങൾ ചവറ്റുകൊട്ടയിലേക്കും ലീഗിന്റെ നിയമങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയുമാണ് പതിവ്. ഇതൊന്ന് പിൻവലിച്ചതായിട്ട് മൻസൂഖായതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. നാളുകൾ കഴിയുന്തോറും ലീഗ് നേതൃത്വം കൂടുതൽ ഹറാമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദീനീ വിരുദ്ധമായ പ്രവർത്തനം നടത്തുകയാണ്. ഹറാമായ കാര്യങ്ങളിൽ കൂടി മാത്രമേ മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ കഴിയൂ എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. വേണമെങ്കിൽ ഹറാമിന്റെ ഒരു ഹോൾസെയിൽ കച്ചവടം തന്നെ മുസ്ലിം ലീഗ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. നിങ്ങളെഴുതിയതാണത്. നിങ്ങളിതൊരു ഉറക്കുറങ്ങി നീച്ച ഞങ്ങളിത് മറക്കും. ഞങ്ങളുടെ ആണ്ട് ഞാനിത് മറക്കൂല. ഞങ്ങളിത് മറക്കൂല. മഹാന്മാരായ പാലക്കാട് സാദാർത്ഥികൾ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഹറാമിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരെന്നാണ് എഴുതിയത്. ഇത് ലീഗിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ബാക്ക് കൂടെ അങ്ങനെ നടന്നാൽ വല്ലതും കിട്ടുന്ന കരുതി നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു മനസ്സിലാക്കണം. ഇവരുടെ പിന്നാലെ നടന്നാൽ മുസ്ലിം ലീഗിന് വല്ല നന്മയും കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നാട്യോസ്താദിന്റെ വാക്ക് കടമെടുത്തു പറയട്ടെ, ആടിന്റെ കഴുത്തിലെ മുലയിൽ നിന്ന് പാല് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. ഒരു തുള്ളിയും കിട്ടൂല, ഒരു തുള്ളിയും കിട്ടൂല. ഇത് കണ്ടെങ്കില് ഇതവർ പിന്നീട് എഴുതിയതാണ്. എന്നാണ് ലീഗിലെ ഗുണ്ടകളെ പാണക്കാടൻ അടക്കി നിർത്തുക. ഒറിജിനൽ കോപ്പി, അത് ഫോട്ടോസ്റ്റാറ്റ് കൂടിയല്ല. ലീഗിലെ ഗുണ്ടകളെ പാണക്കാടൻ അടക്കി നിർത്തുക. നിങ്ങൾ പഴയ പ്രസിദ്ധീകരണമാണിത്, നിങ്ങളിത് മറന്നില്ലേ? ഞാൻ വായിക്കാം. ഇസ്ലാമിന്റെ മറപിടിച്ച് സമുദായത്തെ ചൂഷണം ചെയ്ത് ഒരു പറ്റം അധികാരക്കൊതിയന്മാർക്ക് ജീവിക്കാനും പെണ്ണിലും കടുമെന്നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടാക്കിയതായി തെളിയിക്കാൻ ആർക്കും കഴിയില്ല. ലീഗുകാരുടെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരത്തേക്കാനും അവരുടെ പ്രവർത്തനമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വരുത്തി തീർക്കാനുമാണ് എന്നും ഇവരുടെ പതിവ്. ഇത് നിങ്ങൾ എഴുതിയതാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകന്മാരെ തമ്മിൽ തല്ലിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂല. കാരണം ഈ രണ്ട് സംഘടനയുമായി പണ്ടുകാലത്ത് ബന്ധമുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആരാ? കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ഞങ്ങൾ സംസ്ഥാന ആലിമയും കൊണ്ടാ ചോദിക്കുക. ഓലെ ഞങ്ങൾ ബാക്കിലാണ് എന്നാ ആരെ പറഞ്ഞു? കുഞ്ഞാലിക്കുട്ടി. പറയട്ടെ, കുഞ്ഞാലിക്കുട്ടി അത് നമുക്ക് പിന്നെ പറയാം. മുന്നണി പോരാളികൾ മാറും, പക്ഷേ ലീഡർഷിപ്പ് ഒന്നായിരിക്കും. അത് ബഹുമാന്യരായ പാണക്കാട് തങ്ങന്മാർ, അതുപോലെ തന്നെ മുമ്പുപോയ നേതാക്കന്മാർ, അവർക്ക് അവരുടെ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നാണ്. അതുകൊണ്ട് ആധികാരികമായ അഭിപ്രായം എന്തിനെക്കുറിച്ച് വേണമെങ്കിലും ഞങ്ങൾ തിരിയും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമായ അംഗങ്ങള്. മുസ്ലിം ലീഗിന് ആധികാരികമായ ഏത് വിഷയത്തിലും തീരുമാനം വേണമെങ്കിൽ ഈ കാണുന്ന സമസ്തയുടെ പണ്ഡിതന്മാരിലേക്ക് ഞങ്ങൾ തിരിയും. അതിൽ കുയിന്ത് കട്ടിയിട്ട് കാര്യമില്ല. ഇത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. പറയട്ടെ, ഞങ്ങൾ തിരിയും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമായ. അങ്ങനെ ഇന്നലെ വരെ പോന്നിട്ടുള്ളൂവെങ്കിൽ ഇന്നും വ്യതിചലിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, വ്യതിചലിക്കുന്ന പ്രശ്നവുമില്ല. രാജ്യത്ത് പല ബന്ധങ്ങളെ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഇടയ്ക്കുള്ള ബന്ധമുണ്ട്. ഇന്നുവരെ പോകണമെങ്കിൽ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല. അതിന്റെ ഇടയ്ക്ക് വടശ്ശേരി ഹസൻ മുസ്ലിയാരുടെ കുപ്പിച്ചീട്ടുകൾ കൊണ്ടുവന്ന് ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമുണ്ടാക്കിയാൽ അതിവിടെ നടക്കുന്ന പ്രശ്നമല്ലെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ ഇവിടെ കൂടിയ ആളുകളൊക്കെ സമസ്തക്കാരാണ് എന്ന നിലക്കല്ല ഞാൻ സംസാരിക്കുന്നത്. പല ആളുകളും എന്റെ സംസാരം വീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾ ഒരു ബഹുഭൂരിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗിന് അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുകയും മുസ്ലിമീങ്ങളുടെ പൊതുശത്രുവായ ബിജെപിയെ അളവറ്റ് അതിരറ്റ് സ്നേഹിക്കുകയും ചെയ്യുക വഴി അരുതാത്ത പലതും ഇവിടെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പേടിച്ചു പോവുകയാണ്. ഞാൻ പറയട്ടെ, 10-20 കൊല്ലമായിട്ട് ബിജെപിയെ സഹായിച്ച പ്രഥമ മുസ്ലിം പണ്ഡിതൻ കാന്തപുരമാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞില്ലേ?
ഇതൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നോക്കി സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം അല്ലേ. കാന്തപുരം BJPയുമായി സഹകരിച്ച പ്രഥമ മുസ്ലിം പണ്ഡിതൻ ശ്രീധരൻ പിള്ള മുത്തഫഖുൻ അലൈഹിയ റിപ്പോർട്ട് ദഈഫൊന്നുമില്ല. എന്താണ് പറഞ്ഞതിനർത്ഥം? അതിന്റെ ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിദേശത്ത് പോയിട്ട് ഇറക്കിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഗുജറാത്ത് കലാപത്തെക്കുറിച്ചറിയില്ല, ഗുജറാത്ത് കലാപത്തെക്കുറിച്ചറിയില്ലെന്ന് കാന്തപുരം ഇങ്ങനെ പറയേണ്ടി വന്നത് BJPയെ സഹായിച്ച പണ്ഡിതൻ, കേരളത്തിൽ പ്രഥമ മുസ്ലിം പണ്ഡിതൻ കാന്തപുരമാണെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞപ്പോൾ ആ നിഅമത്തിന് ശുക്ർ നിലനിൽക്കാണ് സാധു ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയത്. BJPയെ സുഖിപ്പിക്കുകയും മുസ്ലിം ലീഗിനെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ വളരെ വലിയ ഗുരുതരമായ പലതും ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് മൂപ്പര മോനെ ഹക്കീമൂലയിൽ ചോദിക്കാണ്, കാന്തപുരത്തിന്റെ മോൻ ചോദിക്കുക, ഇവിടെ ആരാണ് BJPയെ, ഭാഗങ്ങളൊക്കെ വളരെ ചുരുക്കം പോലെ നാലിയെ, ഇവിടെ ആരാണ് BJPയെ പിന്തുണച്ചതാരാണ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. പറയട്ടെ. BJP ഗവൺമെന്റ് വന്നാൽ ഞങ്ങൾ എന്താ പറയാ, BJP ഗവൺമെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നാരെങ്കിലും പറയാൻ പറ്റുമോ? BJP മെമ്പർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. പാർട്ടിയിലെ മെമ്പർഷിപ്പ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ആർക്കും പാടില്ല എന്ന നിയമം. പക്ഷെ മോഡി അടക്കമുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾ, അതിനെ അങ്ങനെ അങ്ങ് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. ആരാണ് ക്രൂരകൃത്യങ്ങളെ ന്യായീകരിക്കുന്നത്? നിങ്ങളെ ബാപ്പ പറഞ്ഞില്ലേ, ഇത് നിങ്ങളെ ബാപ്പാന്റെ പത്രസമ്മേളനാണ്. ഗുജറാത്ത് കലാപത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, നിങ്ങളെ ബാപ്പ പറഞ്ഞില്ലേ. മോൻ ചോദിച്ചു ആരെ അങ്ങനെ പറഞ്ഞു? തിരക്കിന്റെ ഇടയിൽ ഇതൊക്കെ വായിച്ചതല്ല. സുപ്രഭാതേ. ഇവിടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മുന്നണിയായിട്ട് അടുക്കാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് അടുത്തല്ല. അതെ, ഞങ്ങളുടെ എതിർത്തുകൊണ്ട് സ്വന്തം നിൽക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിച്ചിരുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് ഏത് രീതിയിലുള്ള ചർച്ചയാണ് അടുപ്പത്തിലേക്ക്, ആരാണ് അതിന് എതിർക്കുന്നത്? ഇല്ല, അങ്ങനെ ഒരു അടുപ്പം ഞങ്ങൾ മുസ്ലിം ലീഗായിട്ട് യാതൊരു അടുപ്പമില്ല. അപ്പൊ 20 സീറ്റുകൾ ജയിപ്പിച്ചതോ? ഇത് വായിക്കുമ്പോന്ന് ചോദിച്ചോട്ടേരി മുസ്ലിം ലീഗായിട്ട് അങ്ങനെ ഒരു ബന്ധുവില്ലാന്നപ്പം പറഞ്ഞേ. ബാബ പറഞ്ഞതോ 20 സീറ്റ് ജയിപ്പിച്ച ഞങ്ങളാണ്. ഞാൻ ഇക്കൊന്നും ഞാൻ കടക്കണില്ല. മുസ്ലിം ലീഗായിട്ട് യാതൊരു അടുപ്പമില്ല. എങ്കിൽ കൂടി ആ പണ്ടുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. അത് മാറി, ഇപ്പൊ അവർക്ക് വരാം. അതിനാരായിരുന്നു ആ മനോഭാവം? അത് മുസ്ലിം ലീഗിലുള്ള യുവസമൂഹമാണ് അതിന് മുൻകൈയെടുത്തത്. പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് നടത്തുകയും പള്ളിയുടെ നിർമ്മാണം അത് ഇന്ന് മാത്രമല്ലല്ലോ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ആക്ഷേപമൊക്കെ ഉണ്ടാകും. ഇല്ല, അത് പള്ളി ഉണ്ടാവും. എവിടെയാണ് അത് പള്ളി? അല്ല, അത് ഞങ്ങൾ സമയമാകുമ്പോൾ പറയും. എപ്പോഴാ സമയമാണെന്ന് പറഞ്ഞാൽ നിങ്ങള് പത്രക്കാർ ചോദിച്ചു പള്ളി ഉണ്ടാവോ? പള്ളി ഉണ്ടാവും. എപ്പോഴാ? എവിടെ പള്ളി? അത് സമയമാവുമ്പം വരുമ്പോ കുഴിച്ചിട്ട് വെള്ളം പറഞ്ഞൊരു മുളക്കട്ടെ. ഉടുപ്പുണ്ട് അങ്ങായിമാരെ നിങ്ങൾക്ക്. ഇതിനു വേണ്ടി കൊല്ലങ്ങൾ പിരിച്ചു ഇപ്പൊ ചോദിക്കുമ്പോ പറയാണ് പള്ളി ഉണ്ടാവും, അത് സമയമാവുമ്പം പറയുന്നു. പറയും 2 വർഷത്തോളം കാലമായി പള്ളിയുടെ തറക്കല്ലിടുകയും. പക്ഷെ അതിന് പ്രസ്ഥാനത്തിന്റെ ഒരു തടസ്സമുണ്ടോ? അതിന്റെ തടസ്സം നിങ്ങളോട് ഇപ്പൊ പറയേണ്ടതില്ല. അപ്പൊ തടസ്സം ഉണ്ടല്ലേ? ഉണ്ടായാൽ മതി. ആരാ തടസ്സം ഉണ്ടാക്കിയെന്ന് ഇൻഷാല്ലാഹ് കുറച്ച് ഞാൻ പറഞ്ഞുതരും. അതും രഹസ്യമാണ്. അത് ഞങ്ങളുടെ സ്ട്രെങ്ത് ആണത്. ശരിക്ക് ആത്മീയതയെ തെരുവിലേക്ക് എത്തിച്ചത് യത്തിവക എന്ന് പറയുന്നത്. എന്തായിരിക്കും ആ ഐക്യത്തിന് നിങ്ങൾ വെക്കുന്ന ഒരു സൊല്യൂഷൻ? സംഘടനകൾ തമ്മിലുള്ള പൂർണ്ണമായ ലയനമായിരിക്കുമോ? പൂർണ്ണമായ ലയനമായാൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് പൂർണ്ണമായ ലയനം സമസ്തയിലേക്ക് ലയിച്ചാൽ ഇന്നക്ക് നന്ന്, ഇറങ്ങിപ്പോയവർക്ക് നന്ന്. അപ്പൊ ഈ രൂപത്തിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഇക്കാലം വരെ പറഞ്ഞ മറുപടി ഒന്നല്ല നിങ്ങൾ പറയണത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങളും ബിദ്അത്ത് ആരോപണങ്ങളും നടത്തി. ഞാനതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ ബാലാട്ടികൾ ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പോയി എവിടെത്തിയ നിങ്ങള് ഡൽഹിയിലെ കേജ്രിവാളിനെ ജയിപ്പിച്ചത് ഉസ്താദാണ് നിങ്ങൾ പറഞ്ഞില്ലേ? കേരളത്തിൽ ആരെങ്കിലും സമ്മതിക്കാതെ വെക്കാം നമുക്ക്. ഡൽഹിയിലെ കേജ്രിവാളിനെ ജയിപ്പിച്ചത് ഉസ്താദാണ്. ആരാ പറയണത്? മുമ്പ് ഉസ്താദ് നിർത്തിയ സ്ഥാനാർത്ഥി 72,000 വോട്ട് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് 80,000 വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട ഹുസൈൻ രണ്ടത്താണി. അയാളാണ് കോട്ടക്കൽ SY സമ്മേളനത്തിൽ പറഞ്ഞത്
കേജ്രിവാളിനെ ജയിപ്പിച്ച ഉസ്താദാണ്. ഈ പ്രസംഗം പത്രക്കാർ കിട്ടിയപ്പോൾ പത്രക്കാർ വിചാരിച്ചത് വലിയ സംഭവം തന്നെയാണ്. അവരിതൊരു ഡോക്യുമെന്ററി ആയിട്ട് പുറത്തിറക്കി, ചാനലുകാർ ഡോക്യുമെന്ററി ആക്കി പുറത്തിറക്കി. കാണിക്കുന്നതിൽ ഞമ്മക്ക് മാനക്കേടുണ്ട്. കാണിക്കണം എന്ന് പറയുമ്പോ കാണിക്കന്നെ എല്ലാം ചെയ്യണം. ആ രൂപത്തിൽ തന്നെ കഴിഞ്ഞ പ്രസംഗം മറശ്ശേരി ഇവിടെ നടത്തിയത്. അപ്പോ പണ്ഡിതന്മാർ ഇരിക്കേണ്ടിടത്ത് ഇരിക്കാതിരുന്നാൽ ആ സ്ഥാനത്ത് ഫുലാനബിന് ഫുലാൻ ഇരിക്കുമെന്ന് ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇരിക്കേണ്ട സ്ഥലത്തേ ഇരിക്കാവൂ അല്ലേ? ഇപ്പൊ ഈ നാട്ടിലത്തെ ഒരു അശ്ശരി അയാൾ മടക്കത്തും കുത്തി വീടും വലിച്ചൊക്കെ നടക്കുകയാണെങ്കിൽ ആൾക്കാർ ഇവിടെ ദത്തെടുക്കുന്ന അറിയില്ലേ പറയും. നേരെ മറിച്ച് നാട്ടിലെ സാധാരണക്കാരെ മയമുട്ടിയാക്കാൻ നടക്കുകയാണെങ്കിലോ അത് വലിയൊരു വിഷയമായി തോന്നൂല. ഹുക്കുമെന്താണെന്നല്ല ഞാൻ പറഞ്ഞത്, വലിയൊരു വിഷയമായി തോന്നൂല. ഓരോരുത്തർക്കും അവനവന്റെ മുറുവത്തെ കാത്തു സൂക്ഷിക്കുന്ന പണി അവനെടുക്കാവൂ. വിശദീകരിക്കും. എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിനെ കുറിച്ച് മലയാളികൾക്ക് ഒരു ചുക്കും അറിയില്ല. കാരണം കാന്തപുരം ഒരു മഹാപ്രസ്ഥാനമാണ്. കാന്തപുരം സുന്നികളെ അരിവാൾ സുന്നികൾ എന്ന് വിളിച്ച് കളിയാക്കുന്നതല്ലാതെ അങ്ങ് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വരെ അധികാരത്തിലേറ്റിയ കാന്തപുരത്തിന്റെ ഖ്യാതി എവിടെ കിടക്കുന്നു? പണ്ട് പൊന്നാനിയിൽ പടനയിച്ച ഹുസൈൻ രണ്ടത്താണിയാണ് ആം ആദ്മിയെ ദില്ലിയിൽ അധികാരത്തിലേറ്റിയ ഉസ്താദിന്റെ വേലകൾ പുറത്തുവിട്ടത്. രണ്ടത്താണി ചോദിച്ചു, കാന്തപുരത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം? ആ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്രയധികം ഈ ലോകത്ത് ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയാറുണ്ട്, എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് എ പി ഉസ്താദിന്റെ പേര് ലോകത്തൊന്നും അറിയാതെ പോവുകയാണ്. നമ്മളിറക്കിയതല്ല കേട്ടോ, അല്ല നമ്മളിറക്കിയതല്ല, പത്രക്കാർക്ക് പോലും ഇങ്ങനെ തോന്നിയത്. എന്താണോ നമ്മളെ കണ്ടുവരണ്ടോ? അതിന് കണ്ണിയത്ത് ഉസ്താദിനെ ദുആ നടക്കുമ്പോൾ നോക്കേണ്ടിയിരുന്നു. മുഖം കെടുക്കണേന്നത് വരുന്നത്, മുഖം കെടുക്കണേ, മോശാക്കണേ, പിന്നെ സാമ്പത്തികമായിട്ട് തകർക്കണമെന്ന് ഫക്കീറാക്കണമെന്നൊന്നുമല്ല. ഇവിടെ അവരൊക്കെ വലിയ ത്യാഗം സഹിച്ചു എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് ഉസ്താദിനെ നേരിട്ട് അറിയാമല്ലോ. ഈ ദേശീയോദ്ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭീകരക്കെതിരെ, സാമൂഹിക സേവനത്തിന് വേണ്ടി, ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, എന്തിനധികം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത്. അതിന്റെ പിന്നിൽ വരെ എ പി ഉസ്താദ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല, അള്ളാഹു ആയാലും. കാരണം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ മന്ത്രിപദത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം എ പി ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു ഖാദിമാണ് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മൂക്കത്ത് വരല്. നിങ്ങൾ മൂക്കത്ത് വരലല്ല വെച്ച് ഞങ്ങളൊക്കെ നിർന്നതിന് കയ്യെ ചോദിച്ചിട്ടുണ്ട്. അല്ല, കേജ്രിവാൾ എ പിന്നെ ഖാദിമാണെന്നല്ല, അടുത്ത ഖാദിമാണ് എന്നാണ്. ഷൂസ് പോലീസ് ചെയ്യണേ, ചായ കൊണ്ട് കൊടുക്കുന്ന ആള് എന്നല്ല, അടുത്ത ഖാദിമാണ്. ഇത് എ പി എന്ന് കേട്ടപ്പോ എ പി എന്ന് കരുതിയേക്കാനാവും. അല്ല, കേജ്രിവാളിന്റെ സംഘടനയുടെ പേര് എ പി എന്നല്ലേ, അത് എ പി എന്നിട്ട് കരുതിയേക്കും. അല്ലാഹു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിനാണ് ഈ നിലക്ക് വേണ്ടാത്തരത്തിൽ നമ്മൾ നിൽക്കുന്നത്? അവനാ നിൽക്കുന്നിടത്ത് നിന്നാ പോരെ. എന്തെങ്ങനെ പറഞ്ഞത് സമസ്തക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്, പിന്നെ ഞാൻ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ പോയി എത്തിയ കോരാണത്. ബാക്കി ഞാൻ കേൾപ്പിക്കണില്ല, വളരെ വിഷമമുള്ളതുകൊണ്ട് ഞാൻ ബാക്കി കേൾപ്പിക്കുന്നില്ല. പിന്നെ ഇവിടെ പറയാ പല കാര്യങ്ങൾ. ഒരു കാര്യം, നമുക്ക് ബിദ്അത്ത് ബന്ധമുണ്ട് എന്നാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, വേഗത്തിലൊന്ന് പറഞ്ഞു പോവാം. ബിദ്അത്ത് ബന്ധം നമ്മളിൽ ആരോപിക്കുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഇവർ എത്തിനിരിക്കുന്ന ചില സാഹചര്യത്തിലേക്ക് പോവാണ്. അതിനു മുമ്പ് നിങ്ങൾക്കൊരു പ്രബോധനത്തിന്റെ ചട്ടം കാണാം. പ്രബോധനം നിങ്ങൾക്കറിയാലോ മോനെ, പ്രബോധന ചട്ടം വരട്ടെ. പ്രബോധനം നിങ്ങൾക്കറിയാലോ? ഏതാ പ്രബോധനം? 1995 ഡിസംബർ 30 പുറത്തിറങ്ങിയ പ്രബോധനമാണിത്. ആ പ്രബോധനത്തിൽ കാണുന്ന ഫോട്ടോ കെ.സി. അബ്ദുള്ള മൗലവിയുടെ ഫോട്ടോയാണ്. ആ പ്രബോധനത്തിന്റെ ഉള്ളിൽ മർക്കസിന്റെ പ്രസിഡന്റ് എഴുതിയ ലേഖനമാണിത്. എന്നിട്ട് മർക്കസിന്റെ പ്രസിഡന്റ് എഴുതിയ ലേഖനം പ്രബോധനത്തിന്റെ ഉള്ളിൽ. ആരാ പ്രസിഡന്റ്? സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ. കെ.സി. അബ്ദുള്ള മൗലവി മരണപ്പെട്ടപ്പോൾ എന്റെ സുഹൃത്ത് എന്ന പേരിൽ ലേഖനം എഴുതി. അറിയാമത്? കെ.സി. അബ്ദുള്ള മൗലവി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മരണപ്പെട്ടപ്പോൾ സങ്കടത്തിനും വിഷമത്തിനും എന്റെ സുഹൃത്താണ് മരണപ്പെട്ടത് എന്ന് പ്രബോധനത്തിൽ ലേഖനം എഴുതിയത് മർക്കസിന്റെ പ്രസിഡന്റായിരുന്നു. ഞാൻ ഒരുപാട് വേദികളിൽ വായിച്ചതായതുകൊണ്ട് ഞാനിത് വായിക്കുന്നില്ല. ഇനി നോക്കൂ നിങ്ങൾ. മാത്രമല്ല, ഇത് പണ്ടത്തെ ഫോട്ടോയാണ്. വേഗം വെച്ച്, ഇത് പണ്ടത്തെ ഫോട്ടോയാണ്. കുവൈത്ത് കരാറ്. ഇത് എ പി പുതിയാപ്പിള ഇറങ്ങിയതല്ല. ഇടതും ഭാരതം കാണുന്നത് വഹാബികളാണ്. നാടു നിൽക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. വഹാബികളോടൊന്നിച്ച് ഇതിനൊക്കെ മസല പറ. ഇത് കണ്ടോ നിങ്ങൾ? ചന്ദ്രിക 2013 ഏപ്രിൽ 14 പുറത്തിറങ്ങിയ ചന്ദ്രിക.
ചന്ദ്രികന താഴ്ഭാഗത്ത് കുഞ്ഞാലിക്കുട്ടി ശിലാസ്ഥാപനം ചെയ്യുന്ന പരിപാടി. ആരൊക്കെയുള്ളത്? സി ഫൈസിന്റെ കാന്തപുരത്തിന്റെ വലിയ മരുവന്, പിന്നെ NL അബ്ദുള്ളുണ്ട്, പോലെ SYS നേതാവ്, പിന്നെ ആരാളത്? പ്രേമചന്ദ്. അതിനൊക്കെ പുറമെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അതുപോലെ തന്നെ മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കന്മാരിൽ ഒരാളായ TP അബ്ദുള്ളക്കോയ മദനി എന്ന ജമാഅത്തെ ഇസ്ലാം മുജാഹിദിന്റെ നേതാവിന്റെയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കേട്ടെങ്കിൽ കാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാന്ന് കരുതണ്ട, ഷെയ്ഖ് മദാക്കാതാ മൂപ്പരെ പേര്. അത് നന്നാക്കി പറഞ്ഞത് ഷെയ്ഖ് മുഹമ്മദ് നായന. നമ്മൾ സാധാരണ പറയലില്ലേ, സുന്നാൾ പറയും അന്റെ തന്തന്റെ തല അറിയും, ജമാഅത്തേര് അറിയും നിന്റെ പിതാവിന്റെ ശിരസ് അറിയും. സംഗതി രണ്ടൊന്നും തന്നെയാണ്, അത് സ്ത്രീറ്റ് പറഞ്ഞു മാത്രം, മനസ്സിലായില്ലേ? അപ്പോ ഈ പറയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവരുടെ കൂടെ ഒന്നിച്ചു നിൽക്കുന്ന സി ഫൈസിയും SYS നിങ്ങളുടെ നേതാവ് NL അബ്ദുള്ളയുമാണ്. ഇതിനൊക്കെ ഇസ്ലാമിക ഹുക്കുമ പറയാം. ഇനി നോക്കുന്നതിനെ കാണാൻ നിങ്ങൾക്ക് കാന്തപുരം ഹുസൈൻ മടവിനോ മടവൂരിനോട് കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയാണിത്. ഇതിനൊക്കെ ഇസ്ലാമിന്റെ നിയമം പറയാം. മാത്രമല്ല സോളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി T മുഹമ്മദ് സാഹിബിനോടുകൂടെ കാന്തപുരം AP അബൂബക്കർ ഒന്നിച്ച് വേദി പങ്കിടുന്നതാണത്. ഇതിനൊക്കെ നിയമം പറയാം. സമസ്തയുടെ ജമിയത്തുൽ കുതിരകേറ് സോളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി T മുഹമ്മദുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വേദി പങ്കിടുന്നതാണ് ആ കാണുന്നത്. പോകട്ടെ, ഇന്ദിരാഗാന്ധിന്റെ പുറത്ത് കഴിച്ച് ഉള്ളാൾത്തങ്ങൾ നിൽക്കുന്ന ഫോട്ടോ വരാൻ പോണ്. മസ്തല പറയാം, ഇന്ദിരാഗാന്ധിയുടെ തൊട്ട് പിന്നെ പുറത്ത് കൈവച്ചിട്ടാണ് ഉള്ളാട്ടങ്ങൾ നിൽക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ പറയാൻ കരുതിയതല്ല, പറയിപ്പിച്ചതാണ്. ഇതിനൊക്കെ നിങ്ങൾ കാന്തപുര സ്ത്രീകളോട് കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടങ്ങള്, കാന്തപുരത്തെ പിന്നാലെക്കാണൊക്കെ പെണ്ണുങ്ങൾ നിൽക്കുന്ന മുസാഫർ മെമ്പർമാരാണ്. ഇനി കണ്ടങ്ങൾ ഖലീൽ തങ്ങളെ പെണ്ണുങ്ങളോട് കൂടെ നോക്കിങ്ങള്, ആ നോക്കിയാണ് നിങ്ങൾ ഖലീൽ തങ്ങളുടെ മുന്നിൽ. അതിനൊക്കെ ഇസ്ലാമിന്റെ നിയമം പറയും, ഇസ്ലാമിന്റെ നിയമം പറയും. ഇതിങ്ങനെ മാന്തളുടെ ആരും ഒരു ഭാഗത്ത് കണ്ണുവരെ രണ്ടും അത് മണം കണ്ടേ. ഇനി കണ്ടങ്ങൾ മുള്ളൂർക്കാര മുഹമ്മദ് അലി സഖാഫി CPM-നെ മനുഷ്യ ചങ്ങലയിൽ ഒരു പെണ്ണിനെ കൈപിടിച്ചു നോക്കിനി, കയ്യിലെ ഉള്ളിൽ മാന്തിയതൊന്നും നമ്മൾ പറയുന്നില്ല, അല്ല പറയുന്നില്ല, പറഞ്ഞതല്ല. അണകള് ഉളുപ്പുണ്ടോ ചങ്ങായിക്ക്? മുള്ളൂർക്കാര മുഹമ്മദ് അലി സഖാഫി പെണ്ണിനെ കൈ പിടുത്തം വിടുന്നില്ല. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനൊക്കെ ഇസ്ലാമിനെ മാനം പറ. ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥികൾ കുതിര കയറ്, സമസ്തയുടെ നേതാക്കന്മാരെ കുതിര കയറ്. എന്നിട്ട് വഹാബ് സഖാഫി ചോദിച്ച ഞങ്ങളെ പ്രസ്ഥാനം ഇപ്പൊ എവിടെ ഉള്ളത് ചോദിച്ചിട്ട് ബാക്കിയാ പറഞ്ഞുതരാം. 14 കഥറിയോ? ഞങ്ങളെ പ്രസ്ഥാനം ഇപ്പൊ എവിടെയുള്ളത് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? നല്ലോണം തിരിമണേ. നിങ്ങളിപ്പോ എവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒന്നിനും ഉദാഹരണങ്ങൾ പറയും. ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ചാലിയാർ പോയിലെ വെള്ള പ്രശ്നം മനസ്സിലായി നിങ്ങൾക്ക്. നാളെ ഞങ്ങൾക്ക് അമേരിക്കയിൽ, ഇന്നലെ അമേരിക്ക ഒബാമ നോക്കിക്കോളും. ഞങ്ങൾ നിങ്ങൾ ചില ബേജാറാണ്. ചാലിയാറ് നാട്ടുകാർ നിങ്ങൾ അവനാണ് മഹലും പള്ളി നോക്കി നടന്നാൽ പോലെ. അമേരിക്ക നോക്കാൻ നാട്ടുകാർ തെരഞ്ഞെടുത്ത് ഒബാമനെ പറഞ്ഞേച്ചില്ലേ? ഇതിങ്ങനെ വലിയ തൊള്ളയെ കൊള്ളാത്ത കുളൂസ് ഇങ്ങനെ വിടുക. തർക്കത്തെ കഥ ഞങ്ങളെ പ്രസ്ഥാനം ഇപ്പൊ എവിടെയുള്ള മനസ്സിലായി നിങ്ങൾക്ക്. നാളെ ഞങ്ങൾക്ക് അമേരിക്കയിൽ, ഇന്നലെ മഹാനായ കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നത് സൗദിയുടെ അധികാര കേന്ദ്രങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളുടെ കഥ പറയാനാ കൂട്ടരെ. ഏത് കേന്ദ്രത്തിലാ പോയത്? കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞാണെങ്കിൽ വിടില്ല. ആ കേന്ദ്രമായത്തിന്റെ സമസ്തയുടെ നേതാക്കന്മാർക്കെതിരെ ബിദ്അത്ത് ആരോപിക്കുമ്പോൾ തങ്ങൾ എവിടെ നിൽക്കുന്നു എന്നും കൂടെ അറിയണം. പുതിയ കേൾക്കണങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലെ നേതാക്കന്മാർ പ്രമുഖനായ ഹനീഫ് കായക്കൊടി പറഞ്ഞ കാര്യങ്ങള് ഇങ്ങനെയാണ് പോക്കെങ്കിൽ, ഇപ്പോഴത്തെ സ്ഥലത്തിലാണ് പോക്കെങ്കിൽ, പേരോടും പൊന്മളയും മുജാഹിദാകുന്ന കാലം അതിവിദൂരമല്ല. പേരോടും പൊന്മളയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവർ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് കാത്തുകൊണ്ടിരിക്കുന്നു. മറുപടി പറയണങ്ങള് അതിന് പറയാൻ അവരുടെ അടുത്ത് ന്യായമുണ്ട്. കായക്കുടി പറയട്ടെ. ആ നൗഷാദ് കുറെ കാലം സ്വപ്നം കണ്ടു നടന്നു. AP ഭാഗത്തിലേക്ക് ചേക്കേറാം, കാന്തപുരം പരവതാനിയിട്ട് സ്വീകരിക്കുമെന്ന് വിചാരിച്ച് AP ഭാഗത്തിന്റെ ചുറ്റും നടന്നു നോക്കി കുറെ കാലം. കാന്തപുരം അടുപ്പിച്ചില്ല, പേരോട് അടുപ്പിച്ചില്ല, പൊന്മള അടുപ്പിച്ചില്ല. കാരണം എന്താണെന്നറിയോ? പേരോടും പൊന്മളയൊക്കെ എങ്ങനെയാ മുജാഹിദാകാൻ ആലോചിച്ച് നിൽക്കായിപ്പോ. മുജാഹിദ് പ്രസ്ഥാനം നിരന്തരമായി നടത്തിയ പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു, പേരോടും പൊന്മളയുമൊക്കെ. മറുപടി പറയണം. പേരോടും പൊന്മളയും മുജാഹിദിന്റെ ആശയങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ അവർ മുജാഹിദിലേക്ക് കടന്നു വരുമെന്ന് മുജാഹിദിലെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പരസ്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. അവർ ഇവരുടെ കൈകൾ കാര്യമായി എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നല്ല അതിനർത്ഥം. പറയട്ടെ, ആരാ പൊന്മള? SYSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പൊന്മള. ആ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പേരോട്. പൊന്മളയുടെ വാദം എന്താണ്? പൊന്മളയുടെ വാദം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രം. സുന്നികളായിരുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ എന്റെ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ, സുന്നികളായി ജീവിക്കുന്നവരുണ്ടാകുമല്ലോ. എന്തൊരു ന്യായമാണ് പണ്ടൊക്കെ മുസ്ലിയാക്കന്മാര് പറഞ്ഞിരുന്നത്. നമ്മൾ ചോദിക്കുന്നത് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ ഔലിയാക്കളുടെ കറാമത്തിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. ഇപ്പൊ നമ്മൾ അയിമ കൂടിയാൽ ഇവിടെ കുറെ കാര്യങ്ങൾ ബാക്കിയാവും. ഇവിടെ കുറെ നമ്മളെ സിലബസിനെ സംബന്ധിച്ച് കുറെ പരാമർശം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ട്. ായിരുന്നു ഇക്കാലം വരെ സുന്നി മുസ്ലിയാക്കന്മാർ പറഞ്ഞത്. എന്നാൽ മുടി വിവാദം വന്നപ്പോ പൊന്മള പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നത് ഖുർആൻ മാത്രമാണ്. അതോടുകൂടി ഇസ്തിഗാസ പൊളിഞ്ഞോ? പിന്നെ എങ്ങനെ ഇസ്തിഗാസ നടത്തുക? ഇനി ഏത് മുഅ്ജിസത്ത് കൊണ്ടാണ് ഇസ്തിഗാസ നടത്തുക? മറുപടി പറയണം. നബി തങ്ങളുടെ മുഅ്ജിസത്തിൽ നിന്ന് ഖുർആനല്ലാതൊക്കെ മുറിഞ്ഞുപോയി എന്ന് പരസ്യമായി പറയുകയും അതിൽ നിന്നും മാറി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക വഴി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് തീർത്താൽ തീരാത്ത കളങ്കം ചാർത്തിയിട്ടുള്ള നിങ്ങളുടെ നേതാക്കന്മാരും അണികളും അതിന് മറുപടി പറയേണ്ടതാണ്. റസൂലിന്റെ മുഴുവൻ മുഅ്ജിസത്തുകളും അവസാനിച്ചു എന്ന് പൊന്മള പറയുന്നു. ഞാനല്ല പറഞ്ഞത്, ഞാനുണ്ടാക്കി പറഞ്ഞതല്ല. അങ്ങനെ പൊന്മളക്കൊരു വാദമുണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആദ്യം നൗഷാദാണ്. അതുവരെ അത് ജിഷാന്റെയും വേറെ ചില ആളുകളുടെയും സ്വകാര്യ ഫോൺ ക്ലിപ്പ് മാത്രമായിരുന്നു. അവരുടെ ഫോണുകളിലായിരുന്നു അതുണ്ടായിരുന്നത്. എന്നാൽ നൗഷാദ് ഹസ്സനി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പൊന്മളയ്ക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട്, പക്ഷേ അതിനെ ഉസ്താദല്ലേ നേതാവല്ലേ എന്ന് കരുതി പലരും എതിർക്കാൻ തയ്യാറാവുന്നില്ല. ഇതാണ് പോലെ ആദർശം. ഉസ്താദ് തെറ്റ് പറഞ്ഞാൽ അത് നേതാവല്ലേ ഉസ്താദല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക. ഇത് എന്ത് സുന്നത്തിയമായിട്ടാണിത്? ഇത് എന്ത് ആദർശമാണിത്? ഇങ്ങനെ സാഹചര്യം വന്നപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നൗഷാദ് ഹസനിയും പൊന്മളയും തമ്മിൽ ശക്തമായി കൊമ്പുകോർത്തുകൊണ്ടിരിക്കുകയാണ്. ഫിർഖത്തിന്റെ വേദന എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഈ മഹിതമായ സംഘടനയിൽ നിന്ന് മാറിപ്പോയി ഉസ്താദുമാരെ കണ്ണുനീർ കുടിപ്പിച്ച് മഹല്ലുകൾ ഛിന്ന ഭിന്നമാക്കി പള്ളികൾ അടച്ചുപൂട്ടി വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ട് അതിന്റെ പേർ കുടുംബങ്ങൾ തമ്മിൽ തല്ലി മരണം വരെ കൊലപാതകങ്ങൾ വരെ നടക്കാൻ സാഹചര്യമുണ്ടാക്കിയ ഈ ഭിന്നിപ്പും ഈ ഫിർഖത്തും അതിന്റെ വേദന അടുത്ത ഭാവിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണമാണ് നൗഷാദ് ഹസനി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. വലിയ അത്ഭുതം ഉണ്ടായില്ലേ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ജീവാത്മാവും പരമാത്മാവുമായി കണ്ടിരുന്ന നൗഷാദ് ഹസനി ഇന്ന് പൊന്മളക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞാലൊന്നല്ല പറയുന്നത്. നൗഷാദ് പൊന്മളക്കെതിരെ പറഞ്ഞു കേട്ടോളൂ നിങ്ങൾ. നല്ല ശരീഅത്തിന്റെ ഉദാഹരണം അത് വലിയ ഉസ്താദ് നേരത്തെ പറഞ്ഞ വലിയ ഉസ്താദ് എന്നായിക്കോട്ടെ. എന്താ കാര്യങ്ങളുടെ ശാക്തിരങ്ങൾ നൗഷാദ് ഹസനി പറയാണ്, ഒന്ന് ശരിയായ ശരീഅത്തും രണ്ട് കള്ള ശരീഅത്തും. പൊന്മള കൊണ്ടു നടക്കുന്നത് കള്ള ശരീഅത്താണ് കൊണ്ടു നടക്കുന്നത്. ആ ലേബിളിലാണ് പരിപാടി നടക്കുന്നത്. വലിയ ഉസ്താദ് നേരത്തെ പറഞ്ഞ വലിയ ഉസ്താദ് എന്നായിക്കോട്ടെ. മൂപ്പരോട് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തുമോ? ഞങ്ങളുടെ നിയമം അവിടെ ഞങ്ങൾ പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമെന്നല്ല, മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിനെ കത്തിക്കാൻ പവറുള്ള ഒരു തീ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇല്ല. എത്ര വലിപ്പണ്ടല്ല ചങ്ങായി. ഈ കാലം വരെ ഞമ്മക്കെതിരെ പ്രസംഗിച്ചു നടന്നു. മലപ്പുറത്ത് വെച്ച് സൈനുൽ ഉലമ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കുട്ടിയാളെ മുടിന് കൊണ്ടുവരി,
ചിരട്ട നമ്മളും കൊണ്ടുവരാം. തീപ്പെട്ടി നമുക്ക് മൂന്നാം കച്ചിനോട് വാങ്ങാം. ചിരട്ടക്കാണ് തീ കൊടുത്ത് മുടിയെ കണ്ടിടുക. കത്തിയില് റസൂലുള്ളാഹിനെ അംഗീകരിക്കുക. അന്ന് അവര് പറഞ്ഞു ചെറുശ്ശേരി ഉസ്താദ് ജൂദായിസ പറയണത് പറയാൻ പറ്റൂല. പ്രസംഗിച്ച ആളായാള് ഇപ്പൊ ഇയാള് പറയാ റസൂലുള്ളാഹിനെ മുടി കത്തൂല.